അപേക്ഷിച്ചുവരിൽ ലോകത്തിൽ കേൾക്കപ്പെട്ടില്ല. നീ ഓർക്കണമേ. തന്നെയുടെ രാജ്ഞിയുള്ള മാതാവേ, ശാസ്ത്രപ്പെട്ട നിന്റെ കൃപാത്രങ്ങൾ ഞാൻ അണയുന്നു. ഞാൻ നിന്റെ ധിയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധി നിൽക്കുന്നു. മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുകൊള്ളണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജാനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്സിയോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീക്ഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്സിയോ ടീമിനെ സഹായിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് വരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ, ദൈവഗീതത്തിന്റെ പൂർണ്ണതയ്ക്കായെന്നും ദാഹിച്ചു പ്രാർത്ഥിക്കും കൂട്ടായ്മ. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ, തിരുസഭയാകും മൗതികദേഹം, യേശുവിന്റെ മൗതികദേഹം. കൂട്ടായ്മ കൂട്ടായ്മ ദൈവരാജ്യ കൂട്ടായ്മ. കൂട്ടായ്മ കൂട്ടായ്മ ദൈവരാജ്യ കൂട്ടായ്മ. ഏകീകരിക്കുന്ന ആത്മാവിലെന്നും ഏകമനസായി തീർന്നിടും ബന്ധം, അപരന്റെ വേദന നമ്മെ മുറിക്കുന്ന അത്ഭുത സ്നേഹത്തിൻ കൂട്ടായ്മ. അപരന്റെ വേദന നമ്മെ മുറിക്കുന്ന അത്ഭുത സ്നേഹത്തിൻ കൂട്ടായ്മ. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ, തിരുസഭയാകും മൗതികദേഹം, യേശുവിന്റെ മൗതികദേഹം. കൂട്ടായ്മ കൂട്ടായ്മ ദൈവരാജ്യ കൂട്ടായ്മ. കൂട്ടായ്മ കൂട്ടായ്മ ദൈവരാജ്യ കൂട്ടായ്മ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന, 2-ാം അധ്യായം 42 മുതൽ 46 വരെ വചനങ്ങൾ. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു.
വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കാരുണ്യവാനായ ദൈവമേ, ആദിമസഭയിലെ ക്രിസ്ത്യാനികളെ പോലെ ഞങ്ങളെയും പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും സ്ഥിരമായി നിലനിർത്തണമേ. അവിടുത്തെ വചനത്തിൽ വളരുവാനും ഈ കൂട്ടായ്മയിലൂടെ സഹോദര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാനും ഏവർക്കും സഹായങ്ങളും അനുഗ്രഹങ്ങളും പങ്കുവയ്ക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കുവാൻ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മിസിയോ 18-ാം ബാച്ചിന്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. മിസിയോയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിന്റെ സാരഥിയായ അലിസൂട്ടി ചേച്ചിയെയും മിസിയോ ടീമിനെയും റിസോഴ്സ് പേഴ്സൺസ്, കോർഡിനേറ്റേഴ്സ്, മെന്റേഴ്സ്, പ്രത്യേകിച്ച് ഇന്ന് വിവിധ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നവരെയും അവിടുത്തെ കൃപാവരത്താൽ നിറയ്ക്കണമേ. അവരുടെ കുടുംബാംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാ ഇന്റർനെറ്റ് സംവിധാനങ്ങളെയും ഈ സൂം പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന കുടുംബത്തെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മിസിയോ ഇന്റർസെഷൻ കൂട്ടായ്മ കൈകാര്യം ചെയ്യുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഈശോയെ, അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. അമ്മേ, പരിശുദ്ധ മാതാവേ, അമ്മയുടെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭയുടെ ഏക ദൗത്യമാണ് സുവിശേഷവൽക്കരണം. ദൈവമക്കളായ നമ്മളെ ഓരോരുത്തരെയും ഇതിനായി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മിസിയോ ടീമിനോട് കൂടിയാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. മിസിയോ ഗ്രൂപ്പിന്റെ പ്രിലിംസ് കോഴ്സ് 18-ാമത്തെ ബാച്ച് 8-ാമത്തെ സെഷനിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് 7-ാമത്തെ നിത്യസത്യമായ കൂട്ടായ്മയെ പറ്റിയാണ്. 1 യോഹന്നാൻ 1:3 നാം ഇപ്രകാരം കാണുന്നു: ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനും അതിനുവേണ്ടിയാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ്. സഭയുടെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളായ നാം ഓരോരുത്തരും, അതായത് ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിൽ അവയവങ്ങളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ ഈ ഒരു കൂട്ടായ്മയിലായിരിക്കുവാൻ ദൈവം ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന വചനത്തിൽ നാം കാണുന്നു. ഈ കൂട്ടായ്മയിലായിരിക്കുവാനായിട്ട് നമുക്ക് അതിയായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ ഈ സെഷനിൽ ആരംഭത്തിൽ തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് നേതൃത്വം നൽകിയത് ബേബി വർക്കിയും ജീവിത പങ്കാളിയുമാണ്. ബേബി ചേട്ടനെയും ജീവിത പങ്കാളിയെയും സ്നേഹത്തോടെ ഓർക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ മനോഹരമായ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ഇന്ന് നമ്മെ ആത്മീയമായ ഉണർവിലേക്ക് നയിച്ച ഫ്രാൻസിസ് ചേട്ടന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് വേണ്ടി ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് എൽസി അലക്സ് ആണ്. ചേച്ചിയെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു, നന്ദി പറയുന്നു. മിസിയോ കൂട്ടായ്മയുടെ ആത്മീയ പിതാവും ചിക്കാഗോ രൂപതയുടെ മെത്രാനുമാണ് മാർ ആലപ്പാട്ട് പിതാവ്, ജോയി ആലപ്പാട്ട് പിതാവ്. പിതാവാണ്
ഈ കൂട്ടായ്മയുടെ മാർഗദർശിയും പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് സമാപന സന്ദേശത്തിനായി കടന്നു വന്നിരിക്കുന്നത് ജോസഫ് ആഷിൽ അച്ഛനാണ്. അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മെ ആശീർവദിക്കുവാനുമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം ഈ മിസിയോ ഗ്രൂപ്പിന്റെ വിജയത്തിനായിട്ട് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ആൾക്കാർ ഉണ്ട് എന്ന് നമുക്കറിയാം. ഇതിനുവേണ്ടി അധ്വാനം ചെയ്യുന്ന അവരെ എല്ലാവരെയും പ്രത്യേകമായി ഓർക്കുന്നു. ഇതിന്റെ റിസോഴ്സ് ടീം മെമ്പേഴ്സ്, കോർഡിനേറ്റേഴ്സ്, സബ് ഗ്രൂപ്പ് ലീഡേഴ്സ് എല്ലാവരെയും ഹൃദ്യമായി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് താല്പര്യത്തോടെ കടന്നു വരികയും കർത്താവിന്റെ ശുശ്രൂഷയിൽ പങ്കാളികളാകണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ അടുത്തതായിട്ട് നമുക്ക് പ്രൊക്ലമേഷനാണ്. പ്രൊക്ലമേഷൻ ചെയ്യുന്നതിന് വേണ്ടി ജെസ്സി മാത്യുവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ പരിശുദ്ധാത്മാവ് അഭിഷേക പ്രാർത്ഥനയിലൂടെയും ക്ലാസുകളിലൂടെയും നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നവരുടെ ഒരു ഒത്തുചേരലാണ് കൂട്ടായ്മ. ഗുഡ് ഈസ് എനിമി ഓഫ് ബെസ്റ്റ്. നമ്മൾ നമ്മുടെ ബെസ്റ്റ് ചെയ്യാതെ ഗുഡ് മാത്രം ചെയ്യുവാൻ സാത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഒരു വ്യക്തി ഒരിക്കലും യേശുവിലേക്ക് വരാതിരിക്കാനുള്ള വഴിയും യേശുവിലേക്ക് വന്ന വ്യക്തിയെ യേശുവിനെ വ്യക്തിപരമായി അനുഭവിക്കാൻ സാധിക്കാത്ത വിധത്തിൽ വേണ്ടതെല്ലാം അവൻ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ അവനെതിരെയുള്ള ഏറ്റവും മൂർച്ചയുള്ള ആയുധം പരിശുദ്ധാൽ അഭിഷേകവും കൂട്ടായ്മയുമാണ്. അതിൽ എല്ലാ ബന്ധനങ്ങളും പൊട്ടിപ്പോകും. സാത്താൻ ഭയന്നോടും. ഇങ്ങനെ അഭിഷേകം നിറഞ്ഞവരുടെ കൂട്ടായ്മയിൽ പങ്കുചേരുമ്പോൾ നമുക്കും യേശുവിനെ വ്യക്തിപരമായി അറിയുവാനും അനുഭവിക്കുവാനും പങ്കുവയ്ക്കുവാനും സാധിക്കുന്നു. ഈ കൂട്ടായ്മയിലുള്ളവരുടെ ചിന്തകളും മനസ്സും ആശയവും ലക്ഷ്യവും ഒന്നായിരിക്കും. സ്വയം വളരുക, മറ്റുള്ളവരെ വളർത്തുക, ദൈവരാജ്യം സുസ്ഥാപിക്കുക, മറ്റുള്ളവർക്കും പീഡിതർക്കും രോഗികൾക്കും ബന്ധിതർക്കും കഠിനഹൃദയർക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുവാനും ആത്മാക്കളെ നേടുവാനുമുള്ള ദാഹത്തോടെ ഒത്തുചേരുമ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വയം എളിമപ്പെടുകയും പരസ്പരം തിരുത്തി വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ എല്ലാവരെയും യേശുവിന്റെ കണ്ണിലൂടെ കാണുവാനും സ്നേഹിക്കുവാനും പങ്കുവയ്ക്കുവാനും സാധിക്കുന്നു. ഭൂമി പൊതുഭവനം, അതിൽ വസിക്കുന്നവർ സ്വന്തം സഹോദരീ സഹോദരങ്ങൾ. ദൈവത്തിന്റെ സ്വർഗത്തിലെ കൂട്ടായ്മയാണല്ലോ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് കൂട്ടായ്മ, ത്രിയേക കൂട്ടായ്മ. ഈ കൂട്ടായ്മയിൽ ദൈവം മനുഷ്യരെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. മനുഷ്യൻ ആദം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് തോന്നി അവനൊരു സ്ത്രീയെ, ഹവ്വയെ കൂട്ടുകൊടുക്കുന്നു. അങ്ങനെ സ്ത്രീയും പുരുഷനും ദൈവവും അടങ്ങുന്ന കൂട്ടായ്മ രൂപപ്പെടുന്നു. മനുഷ്യൻ കൂട്ടായ്മയിൽ ആണ് ഒരു കുടുംബമായി, ഒരു ജനതയായി വളരുന്നത്. ആദത്തെയും ഹവ്വയെയും ഏതിൽ നിന്ന് പുറത്താക്കി ദൈവം അവരുടെ മുൻപേ നടക്കുന്നത് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു. പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാം ദൈവം എങ്ങനെ ഇസ്രായേൽ ജലത്തിന്റെ കൂടെ നടന്ന് ഈജിപ്തിൽ നിന്നും തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് അവരെ എത്തിച്ചുവെന്ന്. ഈശോയുടെ ഭൂമിയിലെ കുടുംബ കൂട്ടായ്മ നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു മാതൃകയാണ്. ഭർത്താവും ഭാര്യയും നടുവിൽ കർത്താവായ യേശുവും ദൈവവുമായി കൈകോർത്ത് ജീവിതം നയിക്കുമ്പോൾ സ്നേഹ കുടുംബ കൂട്ടായ്മയിൽ വളരുവാൻ സാധിക്കും. പരസ്പര വിട്ടുവീഴ്ച മനോഭാവവും നിസ്വാർത്ഥമായ സ്നേഹവും എളിമയും ജ്ഞാനവും പരസ്പര തിരുത്തലുകളും സാധ്യമാക്കിക്കൊണ്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന കുടുംബത്തിൽ നിന്നും പ്രാർത്ഥനാ കൂട്ടായ്മകൾ രൂപം കൊള്ളുന്നു. നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളുടെയും പിന്നിൽ സാത്താൻ ആണ് എന്ന് നമ്മൾ അറിയരുത് എന്ന് അവൻ ആഗ്രഹിക്കുന്നു. ഭൂമിയിൽ നമ്മൾ രണ്ടുപേർ ഒന്നിച്ചു ചേർന്ന് കെട്ടിയാലും
അഴിച്ചാലും എളുപ്പമായിരിക്കും. ബൈബിൾ പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിലും അഴിക്കപ്പെടും. നമ്മുടെ മകൻ അഥവാ മകൾ ഒരു കെട്ടപ്പെട്ട അവസ്ഥയിലാണ് എങ്കിൽ ഭർത്താവും ഭാര്യയും ഒരുമയോടെ ഏക മനസ്സോടെ കൈകോർത്താൽ ആ കെട്ടഴിയും. ഒരുമിച്ച് നിൽക്കുന്ന ഹൃദയത്തിൽ നിന്ന് സാത്താൻ തോറ്റു പിന്മാറും. പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടും പരിശുദ്ധ കുർബാന അർപ്പിക്കാതിരിക്കാൻ പറ്റാത്തതുപോലെ ഒരു ദൈവ അനുഭവം നമ്മൾക്കുണ്ടായാൽ അവന് വേണ്ടി ഏതറ്റം വരെ പോകുവാനും നമുക്ക് സാധിക്കും. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ അകറ്റുന്ന വെറുപ്പിന്റെയും വൈരാഗ്യത്തിന്റെയും വിത്ത് വിതയ്ക്കുന്നവനെ നിർവീര്യമാക്കാൻ കൂട്ടായ്മയിൽ ഒന്നിച്ച് ഏകമനസ്സോടെ കൈകോർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന, അകറ്റുന്ന, വെറുപ്പിക്കുന്ന പൈശാചിക ശക്തിയെ ഞങ്ങളിൽ നിന്നും നീക്കിക്കളയണമേ എന്ന് യേശു പ്രാർത്ഥിച്ച് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതും അവരെ പഠിപ്പിച്ചും പങ്കുവച്ചും വളർത്തി 2 പേരടങ്ങുന്ന കൂട്ടായ്മയിൽ അവരെ ദൈവരാജ്യ ശുശ്രൂഷിക്കുന്നത് അയക്കുന്നത് നമുക്ക് ബൈബിളിൽ കാണാം. പരിശുദ്ധ യേശുവിന്റെ മരണ ഉത്ഥാനത്തിന് ശേഷം അമ്മയും ശിഷ്യന്മാരും ഏക മനസ്സോടെ കൂട്ടായ്മയിൽ പ്രാർത്ഥനയിൽ മുഴുകിയപ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാവരുടെയും മേൽ വന്ന് നിറയുന്നതും അവരുടെ ഭയം മാറി അവർ ശക്തി പ്രാപിക്കുന്നതും നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണാം. അങ്ങനെ ഈശോയുടെ മിസ്റ്റിക്കൽ ബോഡി അഥവാ മൗതിക ശരീരമാകുന്ന സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കൂട്ടായ്മകൾ രൂപപ്പെടും. എക്സാമ്പിൾ പറഞ്ഞാൽ സെന്റ് ലൂയി മാർട്ടിൻ ഭാര്യ സെന്റ് സെലിൻ അവർ സന്യാസ ജീവിതം മാറ്റി കല്യാണം കഴിച്ചു. 9 കുട്ടികൾ ഉണ്ടായി എങ്കിലും ചെറുപ്പത്തിൽ തന്നെ 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും മരിച്ചു. ഇളയ കുട്ടിക്ക് 4 വയസ്സ് ഉള്ളപ്പോൾ അമ്മ മരിച്ചു. ഇത് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കുടുംബമാണ്. 5 പെൺമക്കളും അപ്പനും അടങ്ങുന്ന ആ കുടുംബം. അവരുടെ ജീവിതം ആരംഭിച്ചത് അൾത്താരയുടെ മുമ്പിലും അവരുടെ ഒരു ദിവസം അവസാനിപ്പിച്ചിരുന്നത് തിരുഹൃദയത്തിന്റെ മുൻപിലും. കുടുംബത്തിന്റെ അൾത്താരയായ ദൈവത്തിന്റെ തിരുഹൃദയത്തിലേക്ക് ദേവാലയത്തിലെ അൾത്താരയിൽ നിന്ന് സ്വന്തമാക്കി ക്രിസ്തുവിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു അവരുടെ ജീവിതത്തിൽ അവർ ആസ്വദിച്ചിരുന്നത്. അത് ഇപ്പോഴും തുടരുന്നു. 5 പെൺമക്കളും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു, മാതാപിതാക്കളോടൊപ്പം തന്നെ. കൂട്ടായ്മ എന്ന് വിശേഷിപ്പിക്കുന്നത് തിരുസഭയാകുന്ന കൂട്ടായ്മയാണ്. അത് തന്നെയാണ് ഏറ്റവും ശക്തമായ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലുള്ള വളർച്ച ദൈവരാജ്യ വളർച്ച. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 2 വാക്യം 42. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. ഈ കൂട്ടായ്മയിൽ സ്നേഹം വളരുന്നു, ബന്ധങ്ങൾ വളരുന്നു, പങ്കുവയ്ക്കൽ വളരുന്നു, സമർപ്പണം ആഴപ്പെടുന്നു, തിരുത്തലുകൾ സാധ്യമാകുന്നു, പ്രാർത്ഥനയിലും ദൈവിക വചന പഠനത്തിൽ വളരുവാനും ആഴപ്പെടുവാനും സാധിക്കുന്നു. എഫേസോസ് അധ്യായം 4 വാക്യം 32. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാദ്രതയോടെ പെരുമാറുവിൻ. അങ്ങനെ ക്രിസ്തു ശിഷ്യന്റെ രൂപീകരണം നടക്കുന്നു. ആഴമായ ക്രിസ്തു അനുഭവത്തിൽ വളരാൻ സഹായിക്കുന്നു. വ്യക്തിപരമായ പ്രാർത്ഥന, ദൈവവചന ധ്യാനം, കൗദാശിക ജീവിതത്തിൽ വളരുക, വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കുക, ദശാംശം പങ്കുവയ്ക്കുക, ആത്മീയ ശിക്ഷണത്തിൽ വളരുക. കുടുംബ കൂട്ടായ്മ വളരുമ്പോൾ അത് പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് രൂപം കൊള്ളുന്നത് പോലെ നമ്മുടെ ഇടവക ദേവാലയം പ്രാർത്ഥന ഉയരുന്നതിനും പ്രബോധനം നടത്തുന്നതിനും കൂട്ടായ്മയുടെയും ഇടമായി മാറുന്നു. തന്റെ ശരീരമാകുന്ന സഭ ചർച്ചിനോട് മാമോദീസയിലൂടെ നമ്മൾ ബഡ് ചെയ്യപ്പെട്ട് സഭയുടെ അംഗങ്ങളായി തീർന്ന് ഒരേ ആത്മാവും ഒരേ ശരീരത്തിലെ അവയവങ്ങളും പോലെ സ്നേഹിച്ചും പങ്കുവെച്ചും അപ്പം മുറിക്കൽ ശുശ്രൂഷയിലൂടെ നമ്മൾ വളരുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മയും ഈശോയും പരിചാരകരും അടങ്ങുന്ന കൂട്ടായ്മയിൽ അവൻ പറയുന്നത് ചെയ്യുക എന്ന് അമ്മ പരിചാരകരോട് പറഞ്ഞപ്പോൾ വിശ്വാസത്തോടെ വക്കോളം നിറച്ച വെള്ളം വീഞ്ഞായി മാറിയതും നമ്മൾ സുവിശേഷത്തിൽ കാണുന്നു. കൂട്ടായ്മയാണ് തിരുസഭ. തിരുസഭയോട് ചേർന്ന് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അങ്ങനെ വളരുന്ന കൂട്ടായ്മ ദൈവരാജ്യ വളർച്ചയെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവ് ഏകീകരണത്തിന്റെ ആത്മാവ് ആയതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറവ് ലഭിക്കുന്നവർക്കെല്ലാം ഒരേ തുറവി, അവർക്ക് പരസ്പരം അംഗീകരിക്കാനുള്ള ആത്മാർത്ഥത,
ഈശോയുടെ കണ്ണിലൂടെ കാണാനുള്ള കഴിവ് ലഭിക്കുന്നു. അപ്പോൾ അവർ അറിയാതെ തന്നെ ഒരു കൂട്ടായ്മയായി മാറും. പരിശുദ്ധാത്മാ അഭിഷേകവും കൂട്ടായ്മയിലും ഉള്ളവർ എല്ലാവരുടെയും മനസ്സ് ഒന്നാകുന്നു. സ്നേഹം വളരുന്നു, സമർപ്പണം ആഴപ്പെടുന്നു. അങ്ങനെ സ്വയം വളരുവാനും മറ്റുള്ളവരെ വളർത്തുവാനും സാധിക്കും. ഭൂമി പൊതുഭവനം. അതിൽ വസിക്കുന്ന എല്ലാവരെയും സ്വന്തം സഹോദരി സഹോദരന്മാരായി കാണുവാനും വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ യേശുവിന്റെ കണ്ണിലൂടെ എല്ലാവരെയും ഒരുപോലെ കാണുവാനും സ്നേഹിക്കുവാനും പങ്കുവയ്ക്കുവാനും സാധിക്കുന്നു. അങ്ങനെ കൂട്ടായ്മയായ ദൈവം നമ്മെ ഒരിടയനും ഒരു തൊഴുത്തുമാകുന്ന കൂട്ടായ്മ അനുഭവത്തിലേക്ക് വളരാം. എൻ്റെ മിസ്സിയോ അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 2024 ജനുവരിയിൽ മിസ്സിയോ റെസിഡൻഷ്യൽ കോഴ്സ് കൂടുവാൻ കറുകുറ്റി മിസ്സിയോ ഭവനിൽ കൂടുവാനായിട്ട് എൻ്റെ പിതാവ് എനിക്ക് ഒരു അവസരം ഒരുക്കി തരികയായിരുന്നു. പരിശുദ്ധാത്മാഭിഷേകത്തിലും കൂട്ടായ്മയിൽ നിറഞ്ഞ അലിസ് കുട്ടി ചേച്ചിയുടെയും ടീം അംഗങ്ങളുടെയും കൂടെ ഞങ്ങൾ 7-8 പേരടങ്ങുന്ന കൂട്ടായ്മയിൽ പരസ്പരം അറിഞ്ഞ് സ്നേഹിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് കഴിച്ച് തിരുത്തലുകൾ നടത്തി വലിപ്പച്ചെറുപ്പ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ യേശുവിന്റെ കണ്ണിലൂടെ കാണുവാനും തിരുത്തലുകൾ വളരുവാനുള്ള ഒരു അവസരമായി കാണുവാനും അതിൽ വസിക്കുന്ന എല്ലാവർക്കും അങ്ങനെ കുറച്ച് വിശുദ്ധരോടുള്ള ഒരുമിച്ചുള്ള ഒരു ജീവിതം എന്നെ പൂർണ്ണമായി മാറ്റി. തൂമ്പായുടെ സ്വഭാവം ഉണ്ടായിരുന്ന ഞാൻ തൂമ്പായുടെ സ്വഭാവം ഭൂമി പൊതുഭവനം അതിൽ വസിക്കുന്ന എല്ലാവരുടെയും അവകാശം ഒരുപോലെയാണെന്ന ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടുവാനും പരസ്പരം പങ്കുവയ്ക്കുവാനും ദശാംശം കൊടുക്കുവാനും വിട്ടുവീഴ്ച മനോഭാവത്തോടെ ആയിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എനിക്ക് മാറ്റം വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ എനിക്കിപ്പോൾ സാധിക്കുന്നു. അതുപോലെ ഇവിടെ എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയുമുള്ള ഒരു കൂട്ടായ്മയിൽ പങ്കാളിയായിക്കൊണ്ട് വചനവിചിന്തനത്തിനും ആത്മാക്കളെ നേടുവാനുമുള്ള ദാഹം എന്നിൽ വളർന്നു വരുന്നു. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും ജീവിതചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അവർ പൂർത്തിയാക്കേണ്ട നിയോഗങ്ങൾ ഏറ്റവും വിശുദ്ധിയിലും വിശ്വസ്തയിലും പൂർത്തിയാക്കാൻ വേണ്ട കൃപയെ അഥവാ ഗ്രേസിനെ ദൈവം നേരത്തെ തന്നെ അവരിൽ നിക്ഷേപിക്കുന്നു. അത് അവർ പൂർത്തിയാക്കി ഈ ലോകവാസം വെടിയുന്നു. അതിനാൽ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവെ, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പൂർത്തിയാക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന നിന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ തക്കവിധം ഉള്ള കൃപയെ നീ എന്നിൽ നേരത്തെ തന്നെ നിക്ഷേപിക്കണമേ. അങ്ങനെ നമുക്ക് ആ കൃപയിൽ സഭയാകുന്ന കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുവാനും സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് അവൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ തീഷ്ണതയേറിയ കൂട്ടായ്മ, അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ എന്നിവയിൽ അവർ സദാ വളരെ താല്പര്യപൂർവ്വം പങ്കെടുത്തുവെന്നും ചേച്ചി പറയുകയുണ്ടായി. ഒപ്പം തന്നെ ഇടവകയാകുന്ന കൂട്ടായ്മയുടെ പ്രാധാന്യത്തെപ്പറ്റി നാം കേട്ടു. കൂട്ടായ്മകളുടെ കൂട്ടായ്മ എന്നാണ് ഇടവകയെ പറ്റി പറയുന്നത്. ഒപ്പം തന്നെ സ്വന്തം ജീവിത സാക്ഷ്യത്തിലൂടെ മിസ്സിയോ കോഴ്സിൽ പങ്കെടുക്കുക വഴി എത്രമാത്രം ഒരു കൂട്ടായ്മ അനുഭവത്തിലേക്ക് കടന്നു വന്നുവെന്നും വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ അനുഭവിച്ചറിയാൻ സാധിച്ചത് എന്നും ചേച്ചി ഇവിടെ വ്യക്തമാക്കുകയായിരുന്നു. നല്ലൊരു പ്രൊക്ലമേഷൻ നടത്തിയ ജെസ്സി മാത്യു ചേച്ചിക്ക് ഏറ്റവും ഹൃദ്യമായ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഒപ്പം നാം ഇന്ന് ഒരു ജീവിത അനുഭവത്തിലേക്ക് ദൈവാനുഭവം കേൾക്കുവാനായിട്ട് പോവുകയാണ്. ദൈവാനുഭവം പങ്കുവയ്ക്കുന്നത് ബിജു അഗസ്റ്റിനാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കർത്താവ് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബിജു അഗസ്റ്റിൻ. ഞാൻ തൊടുപുഴയ്ക്കടുത്ത് ഉദരക്കോടം എന്ന് പറയുന്ന സ്ഥലത്ത് സെന്റ് ജോർജ് ഫൊറോന ചർച്ച് പരിധിയിൽ അവിടുത്തെ ഒരു അംഗമായിട്ട് ജീവിക്കുന്നു. ഞാൻ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ഈശോയെ അറിഞ്ഞ ഒരു ജീവിതവും അതിനു മുമ്പ് യേശുവിനെ ഹൃദയത്തിൽ അനുഭവിച്ചറിയാത്ത ഒരു ജീവിതവും ഉണ്ടായിരുന്നു.
സാധാരണ ഒരു ക്രിസ്ത്യാനി പോലെ മാമോദീസായിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിലൂടെയുള്ള ജീവിതം, മാതാപിതാക്കളിലൂടെ പകർന്നു കിട്ടിയ വിശ്വാസത്തിലൂടെ ലഭിച്ചു. അത് സഭയിലൂടെ അപ്പസ്തോലന്മാരിലൂടെ പകർന്നു കിട്ടിയ ആ ഒരു വിശ്വാസം സ്വാഭാവികമായിട്ടും നമുക്ക് ജനിച്ച കുടുംബത്തില് ലഭിച്ചു. പിന്നീട് വ്യക്തിപരമായിട്ട് കുറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഈശോയെ എങ്ങനെ ആശ്രയിക്കണം, ഈശോയിലൂടെയുള്ള ജീവിതം, ഈശോ എന്താണ്, ഈശോ രക്ഷകനാണ്, ആ രക്ഷയുടെ അനുഭവമൊന്നും എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചില്ല. കുറെ പ്രശ്നങ്ങളുടെ നടുവിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ യേശു ജീവിക്കുന്ന ദൈവമാണ്, കൂടെ വസിക്കുന്നവനാണ്, ഇമ്മാനുവലാണ് എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ ജീവിതത്തിൽ അത് അനുഭവവേദ്യമായിരുന്നില്ല. പല കാര്യങ്ങളും എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ കഴിവുകൊണ്ടും ഒക്കെ കൈകാര്യം ചെയ്യുവാനായിട്ട് ഞാൻ ശ്രമിച്ച കാലഘട്ടത്തിൽ ഏകദേശം ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യേശോയെ അറിയുവാനായിട്ട് എനിക്കൊരു അവസരം ലഭിച്ചു. അതൊരു ധ്യാനത്തിൽ കൂടുവാനും ആ ധ്യാനത്തിൽ കേട്ട വചന പ്രഘോഷണത്തിലും അതുമായി ബന്ധപ്പെട്ട പരിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുമ്പസാരത്തിലൂടെയുമൊക്കെയാണ് എനിക്ക് ഈശോയെ അറിയുവാനായിട്ട് അവസരം ലഭിച്ചത്. വ്യക്തിപരമായിട്ട് എനിക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിച്ചു. അതെന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. കാരണം അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിത ശൈലിയായിരുന്നു യേശുവിനെ അനുഭവിച്ചറിയുന്നതിന് മുമ്പ് എനിക്ക് ഉണ്ടായിരുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ മുഴുവനായിട്ട് സമസ്തമായിട്ടൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ആ ധ്യാനം ഇടയാക്കി. ആ ധ്യാനത്തിൽ കേട്ട വചനങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിഞ്ഞു. അത് ഇത്രമാത്രം സ്വാധീനം ചെലുത്തുന്ന വചനമായിരുന്നു ദൈവത്തിന്റെ വചനം എന്നൊന്നും എനിക്ക് ആ സമയത്ത് അറിയില്ല. പിന്നീട് കണ്ണുകളിൽ കൂടി ധാരധാരയായി കണ്ണീരൊഴുവാനും പാപബോധം ഉണ്ടാവുകയും ആ പാപബോധത്തിന്റെ പശ്ചാത്തലത്തിൽ കുമ്പസാരിക്കുവാനായിട്ട് എനിക്ക് അണയുവാനും നല്ല കുമ്പസാരം നടത്തുവാനുമായിട്ട് സാധിച്ചു. ആ കുമ്പസാരത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ തിരിച്ചറിയുന്നത്. ആ കുമ്പസാരം കഴിഞ്ഞ് ഞാൻ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് വൈദികനെ ഈശോയെ കാണുന്നത് പോലെ കണ്ടുകൊണ്ട് പറയുവാനും അതിലൂടെ ആ പാപമോചനം കിട്ടിയെന്ന് ഉറപ്പുവരുത്തുവാനും അന്ന് എനിക്ക് സാധിച്ചു. പിന്നീട് ഞാൻ പോയി കിടക്കുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത് ഒരു ദർശനം എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. അത് ഞാൻ ഉറങ്ങുമ്പോഴാണ്, സ്വപ്നമായിരുന്നായിരിക്കാം. ഞാൻ അതിനു മുമ്പ് ജീവിതത്തിൽ ഒരിക്കലും അത് കണ്ടിട്ടില്ല. ഞാനിങ്ങനെ നിൽക്കുന്നു, ഒരു ഒറ്റപ്പെട്ട ഒരു വിജന സ്ഥലത്ത് നിൽക്കുന്നു, ഒരു മൈതാനത്ത് ഒരു മുട്ടക്കുന്നിന്റെ മുകളിൽ നിൽക്കുന്നു. അനേകം ലക്ഷക്കണക്കിന് പക്ഷികൾ ഇങ്ങനെ പറന്ന് ആകാശത്തിന് മേലെ, തത്തകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നു. അവരെല്ലാം വളരെ യോജിപ്പോടെ ഇങ്ങനെ പറന്ന് ആകാശത്തിലൂടെ നടക്കുമ്പോൾ അവർ എല്ലാം ഒന്നും തമ്മിൽ കൂട്ടിമുട്ടാത്ത ഒരു വലിയ ഒരു ബന്ധത്തില് അല്ലെങ്കിൽ വലിയൊരു കൂട്ടായ്മയിൽ അവരിങ്ങനെ ആവുകയും ആര് തമ്മിൽ ഒരു ക്ലാഷോ ഒരു തരത്തിലും അസ്വസ്ഥകളോ അല്ലെങ്കിൽ വഴക്കോ ഒന്നുമില്ലാത്ത ആ ഒരു രീതിയിൽ കാണുകയും അതിലൊന്നിനെ എൻ്റെ അടുത്തോടെ ഇത് പറന്നു വരുമ്പോൾ അതിനെ സ്വന്തമാക്കുവാനായിട്ട് ഞാൻ എൻ്റെ നെഞ്ചിനോട് ചേർത്ത് ഒരു പക്ഷിയെ എൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുവാനായിട്ട് എനിക്കൊരു ഒരു ഭാഗ്യം കിട്ടി. ആ കിട്ടിയ അനുഭവം മുതൽ എൻ്റെ ജീവിതം മാറി മറിയുവാനായിട്ട് തുടങ്ങി. ഞാൻ നേരെ വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു ഭാരമില്ലാത്തൊരവസ്ഥ ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. ഞാൻ കിടന്നപ്പോഴും അത് തന്നെയായിരുന്നു. തിരിച്ച് ഞാൻ എഴുന്നേൽക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പിന്നീട് ജീവിതം മുഴുവനും മാറി മറിഞ്ഞു. എൻ്റെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറി. ഞാൻ കണ്ടുമുട്ടുന്നവരോടും എന്നോട് സംസാരിക്കുന്ന ഏത് വ്യക്തിയോടും അത് സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും പരിശുദ്ധാത്മാവ് തന്നെ എനിക്ക് അതിനൊരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് അവരോടെല്ലാം യേശുവിനെ പങ്കുവയ്ക്കുവാനും യേശുവിലൂടെ കിട്ടിയ രക്ഷ പറഞ്ഞു കൊടുക്കുവാനും അവരെയും കൂടെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനുമായിട്ടുള്ള ഒരു യാത്ര. ആ മുന്നോട്ടുള്ള പോക്കില് അനേകം ആളുകളോട് യേശുവിനെ പങ്കുവച്ചു. ആ പങ്കുവയ്ക്കലില് ഒത്തിരി പേർക്ക് ഈശോ ആരാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനും അവർക്കത് കിട്ടുവാനും അവർ പിന്നീട് അവരുടെ ജീവിതങ്ങളൊക്കെ ക്രമപ്പെടുത്തുവാനും ഒക്കെ ആയിട്ട് അവർ ശ്രമിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. പിന്നീട് ഞാൻ എൻ്റെ ഇടവക ദേവാലയത്തിൽ വന്ന് എൻ്റെ കുടുംബത്തിലെ ആദ്യം കൂട്ടായ്മയിൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ ഉറപ്പുവരുത്തുവാനായിട്ട് ഒരു കൂട്ടായ്മയുടെ അനുഭവം ഉറപ്പുവരുത്തിക്കൊണ്ട് ജീവിക്കുകയും പിന്നീട് എൻ്റെ ഇടവക ദേവാലയത്തിൽ ഉള്ള കൂട്ടായ്മയോട് ചേർന്ന് ഞാൻ അതിനു മുമ്പ് അതൊന്നും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പക്ഷെ ആ കൂട്ടായ്മയിലേക്ക് ഞാൻ ചെന്നുപെടുവാനായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ
വിളിക്കുകയും ആ ഒരു വിളി അതിൻ്റെ ഒരു ഇടവകയിലെ ഒരു സഹോദരൻ വഴിയാണ് ചെന്നത്. അവരുടെ കൂടെ ചേർന്ന് ആ കൂട്ടായ്മയിൽ ഞാൻ പിന്നീട് എൻ്റെ വിശ്വാസ ജീവിതം, ഈശോയെ അനുഭവിച്ചറിഞ്ഞ ജീവിതം പങ്കുവയ്ക്കുവാനും മറ്റുള്ളവരുടെ പങ്കുവയ്ക്കൽ കേൾക്കുവാനും അതിലൂടെ അനേക അനുഭവത്തിലൂടെ മറ്റുള്ളവരുടെ അനുഭവങ്ങളെല്ലാം കേട്ടുകൊണ്ട് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരുവാനും ഒക്കെ ആയിട്ട് എനിക്ക് സാധിച്ചു. ആ ഒരു ആഴപ്പെടലിലൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ഫൊറോന പള്ളിയായി ബന്ധപ്പെട്ട് കുടുംബ കൂട്ടായ്മയുടെ ഫൊറോന പ്രസിഡന്റ് എന്ന നിലയിലൊക്കെ പ്രവർത്തിക്കുവാനും 10 വർഷത്തോളം പ്രവർത്തിക്കുവാനൊക്കെ എനിക്ക് അവസരം ലഭിച്ചു. അതിലൂടെ അനേകം ആളുകളോട് ദൈവവചനം പങ്കുവയ്ക്കുവാനും അങ്ങനെ ഈശോയെ ആരാണെന്ന് വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിഞ്ഞ ഈശോയെ പങ്കുവെച്ചു കൊടുക്കുവാനും ഒക്കെ ആയിട്ട് ഉള്ള ഭാഗ്യം ലഭിച്ചു. പിന്നീട് രൂപതാ തലത്തിൽ വന്നപ്പോൾ രൂപതയുടെ സോണൽ കോർഡിനേറ്റർ ആയിട്ട് പ്രയർ ഗ്രൂപ്പിന്റെ സോണൽ കോർഡിനേറ്റർ എന്ന ലെവലിലോട്ട് എൻ്റെ കഴിവില്ലായ്മയിലും എന്നെ ദൈവം എന്നെ ആ കൂട്ടായ്മയിൽ എത്തിച്ചു. അവിടെ 2 വർഷക്കാലം പ്രവർത്തിക്കുവാനും ആ പ്രവർത്തനത്തിലൂടെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനും മറ്റുള്ളവരുടെ മുന്നിൽ ചെറുതാവാനായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ വളർത്തുവാനും എനിക്ക് ചെറുതാകാനുമായിട്ടുള്ള ഒത്തിരി അവസരങ്ങൾ ലഭിച്ചപ്പോൾ ഇതെല്ലാം ഈശോയിലൂടെ സാധിക്കുന്നതാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ ഈശോ അനുഭവിച്ചറിയുമ്പോൾ കിട്ടുന്ന അവസരങ്ങളാണ് അല്ലെങ്കിൽ മനോഭാവമാണെന്ന് തിരിച്ചറിയുവാനും അനേകരെ ഈശോയിലേക്ക് വളർത്തുവാനും എൻ്റെ ജീവിതം ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഈശോയിലേക്ക് ആകർഷിക്കുവാനും ഒക്കെ ആയിട്ടുള്ള കിട്ടിയ അവസരങ്ങളെല്ലാം ഞാൻ ഉപയോഗിച്ചു. പിന്നീട് മിസ്സിയോ എന്ന കൂട്ടായ്മയിൽ എത്തുവാനായിട്ടും ഒരു സുഹൃത്ത് വഴി അവിടെ എത്തിയപ്പോൾ അവരിലൂടെ അവിടെ വന്നപ്പോൾ കിട്ടിയ ഒത്തിരി അനുഭവങ്ങൾ അത് പങ്കുവെച്ചാൽ തീരാവുന്ന അനുഭവമല്ല, മറിച്ച് അവിടെ ഉണ്ടായ വലിയ അനുഭവം നല്ല പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിത്വത്തിനുടമകളായുള്ള ആളുകളുടെ കൂടെ ചേർന്നപ്പോൾ അവരിൽ നിന്ന് പകർന്നു കിട്ടിയ പരിശുദ്ധാത്മാഭിഷേകവും അവരിലൂടെ കിട്ടിയ വലിയ ബോധ്യങ്ങളും അവർ പകർന്നു തന്ന കാര്യങ്ങളും എല്ലാം എൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചു. ആ സ്വാധീനം ഇന്ന് ഞാൻ തുടർന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിലും എൻ്റെ കൂട്ടായ്മയിലും എൻ്റെ ഇടവകയിലും ഒക്കെ ആയിരിക്കുന്ന അവസ്ഥയിലൊക്കെ എനിക്ക് അത് പങ്കുവയ്ക്കുവാനും അവിടെ നിന്ന് കിട്ടിയ ഒത്തിരി ബോധ്യങ്ങളും ആ ബോധ്യങ്ങളിൽ ജീവിക്കുവാനും നിത്യസത്യങ്ങളെ കുറിച്ചുള്ള ആഴമായ ഒരു നല്ല അറിവ് എല്ലാം അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുവാനും കൃത്യമായ അടുക്കും ചിട്ടയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും ഒക്കെ ആയിട്ട് പഠിക്കുവാനൊക്കെ ആയിട്ട് ഈ മിസ്സിയോ കൂട്ടായ്മയിലൊക്കെ വന്നപ്പോൾ സാധിച്ചു. അപ്പസ്വല പ്രവർത്തനം 2-ാം അധ്യായം 42-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. ഈശോയെ വ്യക്തിപരമായി അനുഭവിച്ചറിയുന്ന വ്യക്തികൾക്ക് ഉണ്ടാവുന്ന ഒരു വലിയ മാറ്റമാണ് അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തെക്കുറിച്ച്. പ്രബോധനങ്ങൾ ദൈവവചനം വായിക്കുവാനും അല്ലെങ്കിൽ പ്രബോധനങ്ങൾ സഭയിലൂടെ കിട്ടുന്ന എല്ലാ പ്രബോധനങ്ങളും അറിയുവാനും അതുപോലെ കൂട്ടായ്മയിൽ പോയി പങ്കെടുക്കുവാനും കൂട്ടായ്മയിൽ ആഴപ്പെടുവാനും കൂട്ടായ്മയോട് ചേർന്ന് വളരുവാനും ഒക്കെ ഉള്ള വിളി. അതുപോലെ അപ്പം മുറിക്കല്, വിശുദ്ധ കുർബാനയോട് നല്ല ആഴമായ സ്നേഹം എനിക്കും അനുഭവിക്കുവാനായിട്ട് എനിക്കും അനുഭവവേദ്യമാകുവാനായിട്ട് സാധിച്ചു. അതുപോലെ പ്രാർത്ഥന, കൂടുതലായിട്ട് വ്യക്തിപരമായ പ്രാർത്ഥന എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൂട്ടുവാനും അത് കൂടുവാനും ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഏത് സാഹചര്യത്തിലും വിശ്വസിക്കുവാൻ തക്ക വിധത്തിൽ പലപ്പോഴും അതിനൊക്കെ വീഴ്ചകൾ വരാറുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ദൈവത്തിന് പൂർണ്ണമായിട്ടും മഹത്വം കൊടുക്കുവാൻ തക്ക വിധത്തിൽ എൻ്റെ മനോഭാവത്തെ ക്രമീകരിക്കുവാനായിട്ട് എനിക്ക് ഈ വ്യക്തിപരമായ യേശു അനുഭവം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വ്യക്തിമായ അനുഭവം എനിക്ക് കിട്ടി. അത് മാമോദീസായിലൂടെ എനിക്ക് കിട്ടിയത് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കുടിച്ചെങ്കിൽ എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പെന്തക്കുസ്ത അനുഭവത്തിൽ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുവാനായിട്ട് സാധിച്ചു എന്നുള്ള ഒരു ബോധ്യമാണ് എനിക്ക് കിട്ടിയത്. അതിലൂടെ ഒരു വലിയ അറിവ് പരിശുദ്ധാത്മാ യേശുവിനെ കുറിച്ചുള്ള അറിവ് കൂടുതൽ ആഴപ്പെടുവാനായിട്ടുള്ള ആഗ്രഹം വരാൻ തുടങ്ങി. വചനം വായിക്കുവാനായിട്ടും വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യുവാനും അതിനെ മനനം ചെയ്യുവാനും ഗ്രഹിക്കുവാനുമായിട്ട് പരിശുദ്ധാത്മാവിനെ സഹായിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ഈശോയിൽ ആഴപ്പെട്ട് ജീവിക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്കായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കൂട്ടായ്മയിൽ ആയിക്കൊണ്ട് ഇടവക കൂട്ടായ്മയിൽ ശക്തമായിട്ട് പരിശുദ്ധാത്മാവിനെ നയിച്ചു പോകുന്ന കൂട്ടായ്മയെ കണ്ട് എത്തി അതിൽ കൂടുതൽ ആഴപ്പെടുവാനും വ്യക്തിപരമായിട്ട് കൂടുതൽ ഈശോയെ അനുഭവിച്ചറിയുവാനുമായിട്ടുള്ള ആഗ്രഹത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുവാനായിട്ട് പരിശുദ്ധ കുർബാനയിൽ വിശ്വാസപൂർവ്വം പങ്കെടുക്കുവാനായിട്ട് എല്ലാ ദിവസവും പോകുവാനായിട്ട് കർത്താവ് കൃപ തന്ന് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ
മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയും ഒരു കൂട്ടായ്മ അനുഭവത്തിലേക്ക് കടന്നു വരികയും ചെയ്ത കാര്യം അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. ഒപ്പം തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന്റെ നിറസാന്നിധ്യമായ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാനും അതിലൂടെ ശക്തി ആർജിക്കുവാനും അനേകരെ ക്രിസ്തുവിന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും അങ്ങനെ തൻ്റെ ജീവിതം ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിനായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്ത ബിജു അഗസ്റ്റിന് നന്ദി പറയുന്നു. അടുത്തതായിട്ട് സ്ലൈഡ് പ്രസന്റേഷൻ ആണ്. സ്ലൈഡ് പ്രസന്റേഷൻ നടത്തുന്നത് AJ ഫ്രാൻസിസ് ആണ്. AJ അഗസ്റ്റിൻ ആണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയില് പരിശുദ്ധാത്മ നിറവിനായിട്ട് സബ് ഗ്രൂപ്പുകളിൽ നാം പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ അഭിഷേകം ലഭിച്ചവരായിട്ടുള്ള ഒരു സമൂഹത്തോട് അങ്ങനെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നാം നേരത്തെ ഒരു കൂട്ടമായിരുന്നെങ്കിൽ ഇന്നൊരു കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നുവെന്ന് പറയുവാനാണ് ആഗ്രഹിക്കുക. കൂട്ടായ്മയും കൂട്ടവും രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ആദ്യത്തെ ആ പടത്തിൽ കാണുന്നത് ഒരു കൂട്ടം വിറകാണ്. അതിന് പരസ്പരം ബന്ധമില്ല, പക്ഷെ അതൊരു കൂട്ടമാണ്. വീണ്ടും അതിന്റെ വലതുവശത്ത് ആദ്യത്തേത് ജീവനില്ലാത്തതാണെങ്കിൽ രണ്ടാമത് കാണുന്ന ആ പടത്തില് ജീവനുള്ള ഒരു കൂട്ടം മനുഷ്യരാണ് നമ്മൾ അവിടെ കാണുന്നത്. അവര് പക്ഷെ പരസ്പരം ബന്ധമുള്ളവരാവണമെന്നില്ല. അവരേതോ ഒരു ആശയത്തിന് വേണ്ടി, ഏതോ ഒരു കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരെയും നമുക്കൊരു കൂട്ടം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. നമുക്കൊന്ന് പ്രകൃതിയിലേക്ക് നോക്കാം. പ്രകൃതിയില്, ഈ പ്രപഞ്ചത്തില് ദൈവം സൃഷ്ടിച്ച് പരസ്പരം ആകർഷണമുള്ള, ചലനമുള്ള ഒരു ആകാശഗോളങ്ങളുടെ കൂട്ടമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടമായിട്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ പിന്നെ ഈ കൂട്ടം എന്ന് പറയുന്നതും കൂട്ടായ്മ എന്ന് പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? വീണ്ടും ജീവനില്ലാത്ത ഒരു ശരീരം ഒരു കൂട്ടം അവയവങ്ങൾ മാത്രമാണെന്ന് നമുക്കറിയാം. എന്നാല് ജീവനും ആത്മാവുമുള്ള ശരീരം ചലനാത്മകവും ക്രിയാത്മകവുമാണ്. അതിൻ്റെതായിട്ടുള്ള കൃത്യമായ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ആത്മാവുള്ള ഒരു ശരീരം അവയവങ്ങളുടെ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാം രണ്ട് വാക്കുകൾ കേട്ടു, ഒന്ന് കൂട്ടം, ഒന്ന് കൂട്ടായ്മ. കൂട്ടത്തെ കൂട്ടായ്മയാക്കുന്നത് ക്രിയാത്മക ശക്തിയായ പരിശുദ്ധാത്മാവാണ് എന്ന് നാം മനസ്സിലാക്കുകയായിരുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്താണ്? അത് ഏകീകരണത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് തന്നെ എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുന്ന ആത്മാവാണ്. അങ്ങനെ ഒന്നിച്ചു വരുമ്പോൾ അവരുടെ ഹൃദയം സ്നേഹത്താല് നിറയും. അവരുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ചിന്തകളും ഒക്കെ ഒരേ തരത്തിലുള്ളതാവും. അവരുടെ മനസ്സുകൾ തമ്മിലും ഒരു കൂട്ടായ്മ ഉണ്ടാവും. അപ്പൊ ഏകീകരണത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കുന്നവര് അവരുടെ ഹൃദയം ദൈവസ്നേഹത്താൽ നിറയുകയും അവരുടെ ആഗ്രഹങ്ങളും ചിന്തകളും ഒക്കെ ഏകീകരിക്കപ്പെടുകയും ചെയ്യും. അതിന് കാരണം ഈ കൂട്ടത്തെ കൂട്ടായ്മയാക്കുന്ന ഏകീകരണത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ഒരു സ്നേഹ കൂട്ടായ്മയിൽ നാം ഇവിടെ കണ്ടതുപോലെ അവർ ഒരു മനസ്സും ഒരു ലക്ഷ്യവും ഒരാശയവുമായിട്ട് മാറും. അവിടെ ഒരു ഭിന്നിപ്പിന്റെ സ്വരത്തിന് സാധ്യതകളില്ല. അവർക്ക് ഒരാശയും ഒരു ലക്ഷ്യവും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരേ മനസ്സോടെ ജീവിക്കുന്ന ഒരു കൂട്ടത്തെ നമുക്ക് പരിശുദ്ധാത്മാവ് നിറവുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളിടത്ത് അതൊരു സ്നേഹ കൂട്ടായ്മയായി മാറി എന്ന് പറയും. നമുക്ക് ത്രിയേക ദൈവത്തെ നോക്കാം. ദൈവം തന്നെ ഒരു കൂട്ടായ്മയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഒരു കൂട്ടായ്മ. അവിടെയും പരസ്പരം യാതൊരു വിടവുകളും ഇല്ലാത്തൊരു കൂട്ടായ്മയാണ്. സമത്വമുള്ളതാണ്. അവിടെ സ്നേഹവും ആനന്ദവും എന്നും കളിയാടുന്ന ഒരു സ്നേഹ കൂട്ടായ്മയാണ് ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ എന്ന് പറയാം. അങ്ങനെ കൂട്ടായ്മയായ ദൈവം
മനുഷ്യനെ സൃഷ്ടിച്ചതും കൂട്ടായ്മയിൽ തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 2:18 നാം ഇപ്രകാരമാണ് വായിക്കുക: ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. നോക്കുക, കൂട്ടായ്മയായ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ കൂട്ടായ്മയിലായിരിക്കണം എന്നാഗ്രഹിച്ച് അവന് ചേർന്ന ഇണയെ നൽകുന്നതായിട്ട് നാം കാണുന്നു. ഈ പ്രപഞ്ചത്തോട് ഒരു ബന്ധത്തിൽ കൂട്ടായ്മയിലായിരിക്കണം അവനെന്ന് ആഗ്രഹിച്ച ദൈവം ഏദൻ തോട്ടം കൃഷി ചെയ്യുവാനും സംരക്ഷിക്കുവാനും അവിടെ ആദത്തെ അല്ലെങ്കിൽ മനുഷ്യനെ അവിടെ ആക്കിയെന്ന് ഉൽപ്പത്തി പുസ്തകം 2:15 നമ്മൾ വായിക്കുന്നുണ്ട്. പ്രപഞ്ചവുമായ ഒരു കൂട്ടായ്മയിൽ വേണം അവൻ വളരാനെന്ന്. വീണ്ടും പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ഉൽപ്പത്തിയുടെ പുസ്തകത്തില് നാം കാണുന്നത് ഒരു കുടുംബമായി, ഒരു ജനതയായി കൂട്ടായ്മയിൽ വളരാനായിട്ട് അബ്രഹത്തെയും കുടുംബത്തെയും വിഗ്രഹങ്ങളുടെ നാടായ ഊറിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് ഒരു ജനതയായി വളർത്തി. ശരിയാണ്, അവരുടെ ആ യാത്രയില് അവര് പ്രവാസത്തിന്റെയും മരുഭൂമിയുടെയും ഒക്കെ തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയെങ്കിലും അവനൊരു വലിയ വാഗ്ദാനം ദൈവം കൊടുക്കുന്നുണ്ട്: ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും, നിനക്ക് നിന്നോട് ബന്ധപ്പെടുന്നവരും ഒരു അനുഗ്രഹമായി തീരുമെന്ന് നമ്മൾ ഇതിന് പുറകെ വായിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യര് കൂട്ടായ്മയിലാണ് വളരേണ്ടതെന്ന് കൂട്ടായ്മ തന്നെയായ ത്രിയേക ദൈവം ആഗ്രഹിക്കുകയാണ്. ഇത് കൂടാതെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മ ഉറപ്പിക്കുന്ന വീണ്ടും വചനങ്ങൾ നമ്മൾ കാണുകയാണ്. പുറപ്പാട് പുസ്തകം 3:15 അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ഒരു വചനമുണ്ട്: ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. നോക്കുക, ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഒരു കൂട്ടായ്മ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ പുസ്തകങ്ങളിൽ തന്നെ അങ്ങനെ അവരുടെ കൂടെ സഞ്ചരിക്കുന്ന, അവരുടെ പിതാക്കന്മാരുടെ എല്ലാം ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മ, ഇബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ് എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് കൂട്ടായ്മയുടെ ആഴം തിരിച്ചറിയുവാനായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിലെ സഭാപ്രസംഗികൻ 4-ാം അധ്യായം 9-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ വായിക്കുന്നു: 2 പേർ ഒരാളെക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കുവാൻ കഴിയും. ഇത് ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലാത്തതാണ്. 2 പേർ ഒരാളെക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കുവാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അവരിന് താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ലാത്ത അവസ്ഥയാണല്ലോ അവന്റെ കാര്യം, അതുകൊണ്ട് തന്നെ കഷ്ടവുമാണ്. 2 പേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും, തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം, 2 പേരാണെങ്കിൽ ചെറുക്കുവാൻ കഴിയും. ദൈവം വളരെ കൃത്യമായി പറയുകയാണ്, ആ 2ന്റെ കൂടെ ഞാനും കൂടെ ചേർന്ന മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. നോക്കുക, ദൈവം കൂട്ടായ്മയാണ്, മനുഷ്യനെ സൃഷ്ടിച്ചത് കൂട്ടായ്മയിലേക്കാണ്. മനുഷ്യൻ കൂട്ടായ്മയിലായിരിക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മോട് പറയുകയാണ്, നീ ഒറ്റയ്ക്കായിരിക്കരുത്, എൻ്റെ ആത്മാവുള്ള ഒരു കൂട്ടായ്മയാകണം. ഈശോയുടെ ഭൂമിയിലെ തിരുക്കുടുംബം ഒരു കൂട്ടായ്മ അനുഭവമായിരുന്നു നമുക്കറിയാം. സ്വർഗത്തിലെ ത്രിയേക ദൈവത്തിന്റെ ആ കൂട്ടായ്മയിലെ സദൃശ്യമായ ഒരു കൂട്ടായ്മയിൽ തന്നെയാണ് ഇവിടെ മനുഷ്യനായ യൗസേപ്പ് പിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും കൂടെ ഒരു തിരുക്കുടുംബ കൂട്ടായ്മയില് യേശു വളർന്നത്. യേശു തന്റെ പരസ്യ ജീവിതത്തിലെ ശിഷ്യന്മാരുമായിട്ടൊരു കൂട്ടായ്മയിലായിരുന്നു. നമുക്കറിയാം, മർക്കോസിന്റെ സുവിശേഷം 3:14 നമ്മൾ വായിക്കുന്നത്, അവന് തന്നോടുകൂടെ ആയിരിക്കുവാനും പ്രസംഗിക്കുവാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു എന്നാണ്. ഒരു കൂട്ടായ്മയിലാണ്. അങ്ങനെയെങ്കിൽ ഈ വചനമായ ദൈവം ഇവിടെ ഒരു വചനത്തിലൂടെ മനുഷ്യന് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശുവിന് ശിഷ്യന്മാരുമായിട്ടുള്ള കൂട്ടായ്മ. ജെസ്സി തന്റെ
ആ പ്രഘോഷണത്തിൽ പറഞ്ഞു, ഇങ്ങനെയുള്ള ശിഷ്യന്മാരെ ആണെങ്കിലും 2 പേരുടെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു കൂട്ടായ്മയിലാണ് അവൻ ജനത്തോട് സംസാരിക്കുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും ഒക്കെ അവർക്ക് അധികാരം നൽകി വിടുന്നതെന്നറിയാം. വീണ്ടും നമ്മൾ സഹ്യോൻ ഊട്ടുശാലയിലേക്ക് പോയാല് കൂട്ടായ്മയിലാണ് പരിശുദ്ധാത്മാവ് തീനാളങ്ങളുടെ രൂപത്തില് ശിഷ്യന്മാരുടെ മേലും പരിശുദ്ധ അമ്മയുടെ മേലും വന്നതെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. കൂട്ടായ്മയുടെ ആത്മാവായിട്ടുള്ള പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ ശക്തി പ്രാപിക്കുകയും ആ പരിശുദ്ധാത്മ ശക്തിയാൽ പിന്നീട് ഭയപ്പെട്ടിരുന്ന ആ ശിഷ്യന്മാരൊക്കെ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന ആ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നതെന്ന് പറയത്തക്ക ധൈര്യം അവർക്ക് ലഭിച്ചു. അങ്ങനെ അവര് സംസാരിച്ചു കഴിഞ്ഞപ്പോഴ് അപ്പസ്തോല പ്രവർത്തനം 2:41 നാം വായിക്കുന്നത്, അവർ സമ്മേളിച്ചിരുന്ന ആ വീട് കുലുങ്ങി ആത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോഴ്, സഹോദരരെ ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങള് മാനസാന്തരപ്പെടണം, യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കണമെന്ന് പറയുന്ന ആ വചനം കേട്ട അവർ 3000-ഓളം പേർ ആ ദിവസം തന്നെ അവരോട് ചേർന്നു. ആത്മനിറവുള്ളവർ ഒരു കൂട്ടായ്മയായി തീരുന്നു. കാരണം പരിശുദ്ധാത്മാവ് ഏകീകരണത്തിന്റെ ആത്മാവാണെന്ന് നാം ആദ്യമേ തന്നെ കണ്ടതാണ്. തിരുസഭയാകുന്ന കൂട്ടായ്മയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴേ, അതിർവരമ്പുകളില്ലാതെ അതിരുകളില്ലാതെ ഒരു ഇടയന്റെ കീഴിൽ ലോകമെമ്പാടുമുള്ള എല്ലാ കത്തോലിക്കരും ആയിരിക്കുന്നത് പോലെ ലോകം മുഴുവനും അതിരുകളില്ലാതെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ കൂട്ടായ്മയിലേക്ക് വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ കൂട്ടായ്മ സ്വർഗത്തിന്റെ മുന്നാസ്വാദനമാണ്. അതാണ് തിരുസഭ. വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു വലിയ ജ്വാല വീണ്ടും ലോകമെമ്പാടും പരക്കണമെന്നും എല്ലാ സന്മനസ്സുള്ള ആളുകൾക്കും അതിന് വഴിയൊരുക്കണമെന്നും ഇന്ന് നമ്മുടെ പിതാവ് പോപ്പ് 14 ലിയോ മാർപ്പാപ്പ നമ്മളോട് പറയുകയാണ്. തിരുസഭയാകുന്ന കൂട്ടായ്മയിലെ അംഗങ്ങൾ എന്തിനാണ് നമ്മളൊരു കൂട്ടായ്മ അനുഭവത്തിലേക്ക് വരുന്നത്? അത് ദൈവരാജ്യ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ നിന്നും ഐക്യപ്പെട്ട് തിരുക്കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ ജീവിച്ച് ശിഷ്യരുടെ കൂട്ടായ്മ രൂപീകരിച്ച് തന്റെ ചങ്കിൽ നിന്നും ഒഴുകിയ രക്തത്താൽ തന്റെ പ്രിയ ശിഷ്യരുടെ ലോകം മുഴുവനിലും രൂപപ്പെടുത്തിയ തിരുസഭയുടെ കൂട്ടായ്മയിൽ വരുമ്പോഴ് ആദിമ ക്രൈസ്തവരെ പോലെ എല്ലാം പൊതുവായി കരുതുന്ന ഒരു കാലത്തിനായിട്ട് നമ്മളോട് കാത്തിരിക്കുകയാണ്. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം നമ്മോട് ബിജു തന്റെ അനുഭവം പങ്കുവെച്ചപ്പോൾ ഈ വാക്യം നമ്മളോട് പറഞ്ഞു, ഈ തിരുവചനം നമ്മളോട് പറഞ്ഞതും അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് വിവേചിച്ച് തന്നതുമാണ്. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന, ഇന്നത്തെ ജീവിതത്തിൽ അതൊക്കെ എങ്ങനെയാണ് ബിജുവിനെ സ്വാധീനിക്കുന്നതെന്നും എങ്ങനെയാണ് പരിശുദ്ധ കുർബാനയിലൂടെ തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതെന്നും നമ്മളോട് പറഞ്ഞു. അപ്പസ്തോല പ്രവർത്തനം 2:44 പറയുകയാണ്, വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു എന്ന്. അങ്ങനെയാണെങ്കിൽ കൂട്ടായ്മയിലായിരിക്കുന്നവൻ അവിടെ പിന്നെ അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒരാശയമേ ഉള്ളൂ, അതൊരു സ്നേഹ കൂട്ടായ്മയാണ്. അങ്ങനെ വരുമ്പോഴ് ആ കൂട്ടായ്മ ദൈവരാജ്യത്തിന്റെ മുന്നാസ്വാദനമാണ്, ദൈവരാജ്യം തന്നെയാണ്. അവരെല്ലാം പൊതുവായി കരുതുകയും ഒറ്റ സമൂഹമാവുകയും ചെയ്തു. ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തു എന്ന് അപ്പസ്തോല പ്രവർത്തനം 2:46 നമ്മൾ വായിക്കുന്നുണ്ട്. അവര് ദേവാലയത്തിൽ ഏക മനസ്സോടെയാണ് ഒരുമിച്ച് കൂടിയതെന്നും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടി അവരുടെ ഭക്ഷണത്തിൽ പങ്കുചേരും. കൂട്ടായ്മയിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ കൂട്ടായ്മയില് നമുക്ക് ഏക മനസ്സാകുന്നത് നമ്മൾ കണ്ടു. അവിടെ സ്നേഹ കൂട്ടായ്മയാണെന്ന് നമ്മൾ അറിഞ്ഞു. സ്നേഹവും അതിന്റെ ഊഷ്മളതയും ഒക്കെ വളരുന്നത് കൂട്ടായ്മയുടെ ആത്മാർത്ഥതയിലാണ്. അങ്ങനെ കൂട്ടായ്മയിലായിരിക്കുന്നവരുടെ ബന്ധങ്ങള് വളരെ ഊഷ്മളമായി അവരുടെ ബന്ധങ്ങൾ വളരും. കൂട്ടായ്മയിലാണ് ബന്ധങ്ങൾ ദൃഢമാകുന്നത്. ഒന്നിച്ചുള്ള ഇടപഴകലിലൂടെ പരസ്പരം മനസ്സിലാക്കാനും ബന്ധങ്ങളിൽ ആഴപ്പെടാനും നമുക്ക് സാധിക്കും. അങ്ങനെ കൂട്ടായ്മയിലെ
പരസ്പരം അറിഞ്ഞ് സ്നേഹിച്ച് ബന്ധത്തിൽ വരുന്നവർക്ക് തീർച്ചയായും പങ്കുവയ്ക്കുവാൻ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ പങ്കുവയ്ക്കൽ വളരുന്നതും കൂട്ടായ്മയിലാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പങ്കുവയ്ക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് വിമുഖതയുണ്ടെങ്കിൽ നമ്മൾ ഇന്നും ഒരു കൂട്ടായ്മ അനുഭവത്തിലേക്ക്, പരിശുദ്ധാത്മ നിറവിലേക്ക് വന്നിട്ടില്ല എന്ന് പറയാം. ഇവിടെ ബന്ധത്തിലാവുന്ന ഒരേ ആശയമുള്ളവരുടെ സമർപ്പണം കുറെ കൂടി ആഴപ്പെടുന്നതാണെന്ന് നമുക്കറിയാം. ഇവിടെ നമ്മളോട് പ്രഘോഷണം നടത്തിയ ജെസ്സി നമ്മളോട് പറയുകയായിരുന്നു, മിസ്സിയോ ഭവനിൽ വന്നപ്പോഴേ തൻ്റെ ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നത് തൂമ്പയുടെ സ്വഭാവം പോലെ എല്ലാം എന്നിലേക്ക് വരണമെന്നുള്ളത് അങ്ങനെയല്ല, എന്നിലുള്ളത് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാനുള്ളതാണ്. അങ്ങനെ സ്വയം സമർപ്പിക്കുവാനായിട്ട് ഒരു സമർപ്പണം, ഒരു പരസ്പര വിശ്വാസവും സമർപ്പണവും ആഴപ്പെടുന്നത് കൂട്ടായ്മയിലാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പരസ്പരമുള്ള വളർച്ച ഈസി ആയിട്ട്, വളരെ നാച്ചുറലായിട്ട് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാം. അതുകൂടാതെ അവിടെ ആണ് തിരുത്തലുകൾ സാധ്യമാവുന്നത്. പലതും നമുക്കറിയാം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും അത് ശരിയാവണമെന്നില്ല. തെറ്റായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നതിന് പകരം അവർ പരസ്പരം മനസ്സിലാക്കി ബന്ധത്തിലാവുമ്പോൾ, സ്നേഹത്തിലാവുമ്പോഴേ എൻ്റെ ജീവിതാനുഭവത്തിലും ഈ മിസ്സിയോ അനുഭവം എന്ന് പറയുന്നത് ഈ തിരുത്തലുകളാണ്. നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നോ അതിലൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ മിസ്സിയോയിലെ നമ്മുടെയൊക്കെ അമ്മയായിട്ടും ചേച്ചിയായിട്ടുമുള്ള ആലിസ് ചേച്ചിയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യത്തെ പറ്റിയും വചനത്തിൽ അധിഷ്ഠിതമായി തിരുത്തി തരുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ തിരുത്തലുകൾ കന്നു കഴിയുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മൾ തിരുത്തപ്പെട്ട കാര്യങ്ങളിലെ പഠനത്തിലും വളരുവാനായിട്ട്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും വലിയ വളർച്ച ഉണ്ടാവാനായിട്ട് ഈ കൂട്ടായ്മ നമുക്ക് സഹായിക്കും. നമ്മുടെ സംശയങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ ഒരു കൂട്ടായ്മയിലാണ് നാമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ വളരുവാനും നമ്മുടെ പ്രതിസന്ധികൾക്കും നമ്മുടെ പ്രയാസങ്ങൾക്കും സംശയങ്ങൾക്കും ഒക്കെ ഉത്തരം കണ്ടെത്തുവാനും നമുക്ക് കഴിയും. ശിഷ്യത്വത്തിലേക്കുള്ള വളർച്ചയാണ് ശരിക്ക് ഒരു കൂട്ടായ്മയിൽ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈശോ ചെയ്തതും ഈ ശിഷ്യത്വത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരികയായിരുന്നു തൻ്റെ ശിഷ്യന്മാരെ. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നപ്പോഴേ ദൈവം അവരോട് എഫേസൂസ് ലേഖനത്തിലൂടെ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് പറയാണ്. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറണമെന്ന് എഫേസൂസിലെ 4:32 നമ്മൾ വായിക്കുന്നു. 1 കൊറിന്തോസ് 14:26 പറയുന്നത്, അതുകൊണ്ട് സഹോദരരെ ആകയാൽ എന്ത് വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. അവയെല്ലാം നിങ്ങളുടെ ആത്മീയ ഉത്കർഷത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ. നമ്മോട് ദൈവം ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും കരുണ കാണിക്കുവാനും ഹൃദയ ആർദ്രതയോടെ പെരുമാറുവാനും. അങ്ങനെയെങ്കിൽ ആഴമായ ഒരു ക്രിസ്തു അനുഭവത്തിൽ വളരാനാണ് നമ്മളെ സഹായിക്കുന്നതെന്ന് കാണും. എങ്ങനെയൊക്കെ വ്യക്തിപരമായ പ്രാർത്ഥനയിലെ, ദൈവവചന ധ്യാനത്തിലെ, കൗദാശിക ജീവിതത്തിലെ, നമ്മുടെ കൗദാശിക ജീവിതം എന്താണെന്ന് നമുക്ക് ഈ കൂട്ടായ്മ അനുഭവത്തിലെ ഒന്ന് പുനർചിന്തിക്കുവാനും, കൗദാശിക ജീവിതത്തിൽ നാം ഇത്തിരി ഒക്കെ പുറകിലാണെങ്കിൽ അതിൽ വളരാനൊക്കെ ഈ കൂട്ടായ്മയിൽ പരസ്പരം വളരുകയും ചെയ്യുന്ന അവസ്ഥയിൽ സാധിക്കും. അങ്ങനെയാണ് വേദനിക്കുന്നവരോട് ചേർന്ന് നിന്ന് അവരുടെ വേദന എന്റേതാണെന്ന് മനസ്സിലാക്കി അവരെ സഹായിക്കുവാൻ അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ദശാംശം പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി പേർക്ക് ആവശ്യക്കാരുണ്ട്. നമ്മൾ കൊടുക്കാനായിട്ട് നമ്മോട് വചനം ആവശ്യപ്പെടുന്നത് ദശാംശമാണ്. അങ്ങനെയെങ്കിൽ ഇതെല്ലാം ചെയ്യാനായിട്ട് ഈ ആത്മീയ ശിക്ഷണത്തിൽ വളരാനൊക്കെ നമ്മളെ പ്രാപ്തരാക്കുന്നത് ഈ കൂട്ടായ്മ അനുഭവമാണ്. ദൈവിക ബന്ധത്തിൽ ആഴപ്പെടാൻ, കൂട്ടായ്മയിൽ വളരുവാൻ, അനുഭവം പങ്കുവയ്ക്കുവാൻ ഒക്കെ കൂട്ടായ്മ നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 1:3 നമ്മ ആദ്യം കേട്ട വചനം ഇതായിരുന്നു. ഇന്നത്തെ നമ്മുടെ സെഷനിലെ, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. അപ്പോഴേ
നാം ഒരു കൂട്ടായ്മയിൽ വരുമ്പോൾ നാം ദൈവവുമായിട്ടും അങ്ങനെയെങ്കിൽ ആ പിതാപുത്ര പരിശുദ്ധാത്മാവോടും അവരോടുള്ള കൂട്ടായ്മയിൽ നമ്മളോടുള്ള നമ്മുടെ സഹോദരങ്ങളോടുള്ള കൂട്ടായ്മ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഒറ്റയ്ക്ക് വളരാനാവില്ല, ഒരുമയിലേ വളരാനാവത്തുള്ളൂ. 1 കൊരിന്തോസ് 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ മനോഹരമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഒരു ശരീരത്തിലെ നമ്മളൊക്കെ പല അവയവങ്ങളുള്ളപ്പോൾ അത് ഒരുമിച്ച് ഒരു കൂട്ടായ്മയിലെ ആത്മാവിൽ നിറഞ്ഞ് അത് ഒറ്റ ശരീരമായിട്ട് പോകുന്നത് പോലെ, ഞാൻ കൈയായതുകൊണ്ട് ഞാൻ ശരീരത്തിന്റെ ഭാഗമല്ല, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമില്ല എന്ന് കൈയോട് മറ്റ് അവയവങ്ങൾക്ക് പറയും. ഇവരെല്ലാവരും കൂടെ ചേരുമ്പോഴാണ് നാം ഒരു ഒറ്റ ശരീരവും ഒറ്റ ഒരു കൂട്ടായ്മയിലാണ്, അവയവങ്ങളുടെ കൂട്ടായ്മയിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കൂട്ടായ്മയുടെ ആത്മീയതയെ പറ്റി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ അപ്പസ്തോലിക ആഹ്വാനത്തിലെ ഇങ്ങനെയാണ്: എന്നാൽ സഹോദരന്മാർ തമ്മിൽ പരസ്പരം ഹൃദയത്തിൽ ഇടം നൽകിക്കൊണ്ടും പരസ്പരം ഭാരം വഹിച്ചുകൊണ്ടും മുന്നേറുക എന്നാണ് അർത്ഥമാക്കുന്നത്. എന്ത്? കൂട്ടായ്മയുടെ ആത്മീയത, സ്പിരിച്വാലിറ്റി ഓഫ് കമ്മ്യൂണിയൻ. നമ്മൾ വസിക്കുന്ന ത്രിത്വത്തെ കുറിച്ചുള്ള ഹൃദയത്തിന്റെ ധ്യാനവും ത്രിത്വത്തിന്റെ പ്രകാശം മറ്റുള്ളവരുടെ മുഖത്ത് ദർശിക്കുവാനുള്ള ഉൾക്കാഴ്ചയും നമുക്ക് നൽകുന്നത് ഈ കൂട്ടായ്മയുടെ ആത്മീയതയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പറ്റി കരുതാനും അവർക്ക് ഹൃദയത്തിൽ ഇടം നൽകാനും അവരുടെ ഭാരം നാം കൂടെ ചേർന്ന് വഹിച്ച് അവരുടെ ഭാരത്തെ സ്നാപകയോഹന്നാൻ പറയുന്നുണ്ടല്ലോ, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഈ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് നമ്മുടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയാണ്. നമ്മൾ ഇന്ന് വളരെ അടുത്ത് മൺമറഞ്ഞ ദിവംഗതനായിട്ടുള്ള പരിശുദ്ധ പാപ്പയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരമാണ് പറയുന്നത്: ദാഹിക്കുന്നവൻ തങ്ങളുടെ യാത്രാമധ്യേ പാനം ചെയ്യുന്നതിനായി അണയുന്ന പുണ്യസങ്കേതവും നിരന്തരമായ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ കേന്ദ്രവുമായ സമൂഹങ്ങളുടെ സമൂഹമാണ് ഇടവക. ആ ഇടവകയിൽ എന്താണ് ചെയ്യുന്നതെന്ന് ആദ്യത്തെ സെന്റൻസിൽ പറയുകയാണ്. ഇടവക അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അതിലെ അംഗങ്ങളെ സുവിശേഷവൽക്കരണ കർത്താക്കളാക്കുവാൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്ന് സെഷൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ MC ആയിട്ടുള്ള ആള് നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഈ സഭയുടെ അല്ലെങ്കിൽ ഓരോ ക്രിസ്ത്യാനിയുടെയും ഏക ദൗത്യം സുവിശേഷവൽക്കരണം അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണമാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന സമൂഹങ്ങളുടെ സമൂഹമാണ് ഇടവകയെന്ന് സുവിശേഷത്തിന്റെ ആനന്ദമെന്ന അപ്പസ്തോലിക ആഹ്വാനത്തിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക തൂത്തി ഇവിടെ ജസീം ഒക്കെ പറഞ്ഞത്, സകലരും സഹോദരന്മാരാണ്. ഈ ഭൂമി നമ്മുടെ പൊതുഭവനമാണ്. ഈ ഭൂമി തന്നെയാണ് ദൈവം നമുക്കായി ഒരുക്കിയ പ്രതീക്ഷ. സർവ്വതും സമൃദ്ധമായിട്ട് ഇവിടെ ഉണ്ട്. രാജ്യങ്ങളുടെ അതിർത്തികളും അധികാരങ്ങളും മത്സരങ്ങളും ഒക്കെ മാറ്റി ദൈവം നൽകിയ ആ സമൃദ്ധി പൂർണ്ണമായി ആസ്വദിക്കുവാൻ കഴിയാത്ത വിധം നമ്മൾ അതിന് ചില തടസ്സങ്ങൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഭൂമിയെ ഒരു പൊതുഭവനമായി കണ്ടുകൊണ്ട് ഭൂമിയിലുള്ള എല്ലാ റിസോഴ്സസും പങ്കുവെക്കുന്ന ഒരു അനുഭവത്തിന് ആഹ്വാനം ചെയ്യുവാൻ 24 വ്യക്തിസഭകളെയും റോമായിലിരുന്ന് നമുക്ക് വേണ്ടി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന മാർപ്പാപ്പയ്ക്കല്ലാതെ ഈ ലോകത്തിൽ വേറെ ആർക്കാണ് പറയാൻ പറ്റുക? അങ്ങനെ ഒരു സഭയുടെ അംഗമാണ് ഞാനെന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റണം. ആ അഭിമാനത്തോടുകൂടി ഈ ഭൂമി ഒരു പൊതുഭവനമാണെന്ന് നമുക്ക്, അങ്ങനെയെങ്കിൽ സഹോദരൻ, നമ്മൾ ഇത്രയും നേരം കേട്ട കാര്യങ്ങളെ നമ്മളൊന്ന് ക്രോഡീകരിച്ച് നോക്കിയാൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കൂട്ടായ്മയുടെ ആഴവും നന്മയും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ. അങ്ങനെ കൂട്ടായ്മയായ ദൈവം നമ്മെ ഒരു ഇടയനും ഒരു തൊഴുത്തുമാകുന്ന കൂട്ടായ്മ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ ക്ഷണിക്കുകയാണ്. ഇനി പ്രത്യുത്തരം നൽകേണ്ടത് നമ്മളാണ്. കഴിഞ്ഞ ആഴ്ചയിലെ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ അഭിഷേകം കിട്ടിയ നമ്മള് ആദിമ സഭയിലെ പോലെ ഒരു കൂട്ടമായിട്ടല്ല, ഒരു കൂട്ടായ്മയിലെ ആത്മനിറവിലെ ഒരേ ലക്ഷ്യത്തോടെ ഒരേ മനസ്സോടെ സഹോദരരെ സ്നേഹിച്ച് ഈ കുടുംബത്തെ ഈ ഭൂമിയെ ഒരു പൊതുഭവനമായി കണ്ട് നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് നമ്മൾ സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കൂട്ടായ്മയുടെ ഏറ്റവും മനോഹരമായ കാര്യം. നമ്മുടെ ചിന്ത ഇങ്ങനെ ആവട്ടെ: ഈ കൂട്ടായ്മ അനുഭവത്തിലെ ഈ ഭൂമിയിലെ സ്വർഗത്തിന്റെ മുന്നാസ്വാദനത്തോടുകൂടി കഴിയുവാൻ
ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ദൈവം അതിന് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമീൻ. കൂട്ടവും കൂട്ടായ്മയും തമ്മിലുള്ള വ്യത്യാസം നാം കണ്ടു കഴിഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലാതെ, സഹായമില്ലാതെ ഒരിക്കലും ഒരു കൂട്ടായ്മ രൂപപ്പെടുകയില്ല എന്നും നാം മനസ്സിലാക്കി. കൂട്ടായ്മ ദൈവരാജ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നു. ഒപ്പം തന്നെ കൂട്ടായ്മ ദൈവരാജ്യ അനുഭവത്തിന്റെ ഒരു മുന്നാസ്വാദനം കൂടെയാണ് എന്ന് നാം മനസ്സിലാക്കി. ക്രിസ്താനുഭവത്തിൽ വളരുവാനായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും നമുക്ക് ലഭിച്ചു. വ്യക്തിപരമായ പ്രാർത്ഥന, വചനാധിഷ്ഠിത ജീവിതം, കൗദാശിക ജീവിതം, ദശാംശം പങ്കുവയ്ക്കൽ, ഇതിലൂടെയൊക്കെ നമുക്ക് ഒരു കൂട്ടായ്മയായിട്ട് വളരുവാൻ സാധിക്കും. സ്ലൈഡ് പ്രസന്റേഷൻ നടത്തിയ അഗസ്റ്റിൻ ചേട്ടന് ഏറ്റവും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായിട്ട് പാറ്റേൺ മെസ്സേജ് ആണ്. അതിനായിട്ട് എസ് കൂട്ടായ്മയുടെ ആത്മീയ പിതാവ് മാർ ജോയി ആലപ്പാട്ട് പിതാവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പിതാവില്ല കേട്ടോ. പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് ഏതാനും അറിയിപ്പുകളാണ്. മെസ്സിയോ പ്രിലിംസ് ബാച്ച് 18 മെയിൻ ഗ്രൂപ്പിലുള്ള എല്ലാവരും ശനിയാഴ്ചത്തെ മെയിൻ സെഷനിൽ പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കണമേ. ഏതെങ്കിലും കാരണവശാൽ മെയിൻ സെഷനിൽ പങ്കെടുക്കുവാൻ കഴിയാതെ പോയാൽ സബ് ഗ്രൂപ്പ് മീറ്റിംഗിന് മുമ്പായി യൂട്യൂബ് ലിങ്കിൽ സെഷൻ കാണേണ്ടതാണ്. സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന വേർഡ് ഓഫ് ദ ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 34 ക്ലാസ്സുകളുള്ള ഫുൾ മെസ്സിയോ കോഴ്സ് ഒക്ടോബർ 27 മുതൽ നവംബർ 1 വരെ കറുകുറ്റി മെസ്സിയോ ഭവനിൽ വെച്ച് താമസിച്ച് ഉള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ 7057574557 എന്ന നമ്പറിലോ 9746917273 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. മെസ്സിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിലിരുന്ന് ഭാരത മിഷനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി അറിയിക്കണം. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മതാധ്യാപകർക്കും ഒക്കെയായിട്ട് മിസ്സിയോ ഫുൾ കോഴ്സ് വികാരിച്ചന്മാരുടെ അനുവാദത്തോടുകൂടെ സംഘടിപ്പിക്കുകയാണെങ്കിൽ മിസ്സിയോ ടീം അവിടെ എത്തി അത് നടത്തി തരുന്നതാണ്. മിസ്സിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്ററാണ്. PDF ഫയലായിട്ടും യൂട്യൂബിൽ ഓഡിയോ ആയിട്ടും നിങ്ങൾക്കത് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഒരു മിഷൻ ആണെന്നുള്ള ബോധ്യം നൽകുവാൻ ഉതകുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കുവാൻ ശ്രദ്ധിക്കണമേ. മിസ്സിയോ പ്രിലിംസ് ബാച്ച് 19 മൊബൈലൈസേഷൻ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അടുത്ത ബാച്ചാണ്. അതിനുള്ള ലിങ്ക് അടുത്ത ആഴ്ചയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അതിൽ ജോയിൻ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങളുടെ സന്തോഷം അവർക്കും പകർന്നു നൽകുക. അനോണിമസ് ആയ ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസ്സിയോ കുടുംബത്തിൽ നിന്ന് പണസംബന്ധമായ കാര്യത്തിന് ആരും നിങ്ങളെ വിളിക്കുകയില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടൻ അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. അടുത്തതായിട്ട് വൈൻഡപ്പ് സെക്ഷനാണ്. അതിനായിട്ട് ആലീസ് ഊട്ടി ചേച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സഭയുടെ സ്തുതിയായിരിക്കട്ടെ. നമ്മള് ഇതുവരെ ഒരുങ്ങിക്കൊണ്ടിരുന്നതൊക്കെ ഈ ദിവസത്തിന് വേണ്ടിയായിരുന്നു നമുക്കറിയാവല്ലേ. ഒക്കെ നല്ല തുടക്കത്തിൽ തന്നെ യോഹന്നാൻ ശ്രീയുടെ ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിച്ചപ്പോ കേട്ടല്ലോ, ഞങ്ങൾ കണ്ടതും കേട്ടതും സ്പർശിച്ചറിഞ്ഞതും അനുഭവിച്ചതും ഒക്കെയായ ആ
സന്ദേശം നിങ്ങളോട് പറയുക. എന്നിട്ട് യോഹന്നാൻ പറയുന്നത് അത് ഞങ്ങൾക്കുള്ള കൂട്ടായ്മയിൽ നിങ്ങൾക്കും പങ്കുണ്ടാകാനും അങ്ങനെ നിങ്ങൾ സന്തോഷിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് സന്തോഷിക്കാനാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ സുവിശേഷ പ്രവർത്തനം എപ്പോഴും ഈ ഒരു കൂട്ടായ്മ അനുഭവത്തിലേക്ക് ഈശോയും പറഞ്ഞതാണ്. അതാണ് നമുക്ക് പ്രൊക്ലമേഷനിലൂടെയും ടെസ്റ്റിമണിയിലൂടെയും ഷെയറിങ്ങിലൂടെയും പ്രസന്റേഷനിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലായി. അപ്പം നമുക്കറിയാം പരിശുദ്ധാത്മാവ് തമ്മിൽ വന്നു കഴിയുമ്പോൾ ദൈവസ്നേഹം കൊണ്ട് നിറയുകയല്ലേ. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ ആ കൂട്ടായ്മ അനുഭവത്തിലേക്ക് നമ്മൾ വരും. നമുക്കറിയാമല്ലോ, ആദ്യത്തെ പന്തക്കുസ്ത ദിവസത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. പന്തക്കുസ്ത അനുഭവം കഴിഞ്ഞപ്പോഴേക്ക് അവരുടെ സഹോദരന്മാരെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങള് പശ്ചാത്തപിക്ക്, മാമോദിസമുങ്ങ്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്കും കിട്ടും. അവരെല്ലാരും അന്ന് പരിശുദ്ധാത്മാവരം കൊണ്ട് നിറഞ്ഞു. അത് കഴിഞ്ഞുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട് 2-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും തുടർന്ന് പലയിടത്തും പല അപ്പസ്തല പ്രവർത്തനങ്ങളിലും. പിന്നെ ഇവരൊക്കെ പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായല്ലോ, അതായത് പരിശുദ്ധാത്മാവ് വരെയെല്ലാം 3000-ഓളം പേര് ഒറ്റ പ്രസംഗത്തില് അവര് കൂട്ടായ്മയിൽ അവരെല്ലാം മാമോദിസ മുങ്ങി. എന്നിട്ട് അവരുടെ ഇടയിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരാരും ഇല്ലാതിരിക്കത്തക്ക വണ്ണം അവർ പങ്കുവെച്ച കാര്യമൊക്കെ പറയുന്നുണ്ടല്ലേ. ആ 4-ാം അധ്യായത്തിന്റെ അവസാനവും 5-ാം അധ്യായത്തിന്റെ ആദ്യമൊക്കെ ആയിട്ട് കാണുന്നുണ്ടല്ലോ. ബാർണബാസ് തനിക്കുണ്ടായിരുന്ന വസ്തു കൊണ്ട് വിറ്റ് അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു, പങ്കുവെച്ചു. അത് കഴിഞ്ഞപ്പോൾ 5-ാം അധ്യായത്തിന്റെ തുടക്കം നമ്മൾ കാണുന്നുണ്ട് അനനിയായും സഫീറായും ഇല്ലേ. അവർക്കും പരിശുദ്ധാത്മാവ് പ്രചോദനം കൊടുത്തു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അങ്ങനെ പ്രചോദനം നമുക്ക് കിട്ടും. അവർ പ്രചോദനം കിട്ടിയിട്ട് അവർ കൊണ്ട് വിറ്റ് കാശ് കൈ കിട്ടിയപ്പോഴേക്ക് അവർക്കൊരു വിഷമം ഇല്ലേ. ഇത്രയേറെ കാശ് കിട്ടിയപ്പോൾ അത് മുഴുവനും കൂടെ കൊണ്ടുകൊടുക്കാൻ്റെ മടി. രണ്ടുപേരും കൂടെ ഒത്തുകൊണ്ടുപോയി കുറച്ച് മാറ്റി വെച്ചിട്ട് കൊടുത്ത കഥയും 2 പേരും മരിച്ചു വീണതൊക്കെ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടുക എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ വായിക്കുന്നത്, നമ്മള് മതബോധനത്തൊക്കെ പഠിക്കുന്നതാണ്. അപ്പം പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമ്മളെ പ്രചോദിപ്പിക്കും. അപ്പം പരിശുദ്ധാത്മാവിന്റെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതാണ്. നിങ്ങൾക്ക് അതിന്റെ അനുഭവം നമുക്കറിയാം. നിറഞ്ഞത് ഇപ്പോഴല്ലല്ലോ, മാമോദിസ മുങ്ങിയപ്പോഴും ശരീരത്തിലും ഒക്കെ കിട്ടിയത് ജ്വലിച്ചു. നമ്മുടെ ആ വിശ്വാസ കുമ്പസാരവും സമർപ്പണവും ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് ജ്വലിച്ചു. അപ്പൊ നമുക്ക് കുറെ കൂടെ സ്നേഹിക്കാനും അവരെല്ലാരും പറയുന്നത് കേട്ടു നമ്മളില്ലേ, അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങള് അവര് പങ്കുവെക്കലിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കും. അതേസമയം നമ്മുടെ ഭാഗത്തു നിന്നുള്ള സഹകരണവും വേണം. സെയിന്റ് അഗസ്റ്റിനൊക്കെ പറഞ്ഞത് നമുക്കറിയാവുന്നതാണല്ലോ. നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനാവില്ല. അപ്പം കൂട്ടായ്മ പരിശുദ്ധാത്മാവ് തുടങ്ങിയാലും തുടർന്ന് നമ്മൾ അതിലിങ്ങനെ വളർന്നു വരാൻ വേണ്ടി നമ്മളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം പ്രധാനപ്പെട്ടതാണ്. അവരൊക്കെ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങളെ പറ്റി പറഞ്ഞില്ലേ. ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പ്രാർത്ഥനയിലും ബൈബിൾ വായന, പഠനം, പങ്കുവയ്ക്കല്, അനുഭവങ്ങളുടെ സാക്ഷ്യം പങ്കുവയ്ക്കല്, ഉദാശകള്, കുർബാന, ദശാംശം പങ്കുവെക്കുന്ന കഥ, എന്നിട്ട് പാവങ്ങളോടുള്ള പക്ഷം, ഇതൊക്കെ പതുക്കെ നമുക്ക് കൂട്ടായ്മയുടെ നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയുടെ ഭാഗമാകണം. അപ്പൊ നമ്മുടെ പ്രത്യുത്തരം നമ്മളെല്ലാം ഓൾറെഡി നമുക്കറിയാം. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ ഒരു കുടുംബത്തിലാണ്, നമ്മുടെ ജനനം തന്നെ. അപ്പം മനുഷ്യ വംശത്തിന്റെ തന്നെ യൂണിറ്റ് കുടുംബമാണ്. പിന്നെ പറഞ്ഞല്ലോ, സഭയുടെ യൂണിറ്റ് ഇടവകയാണ്. അപ്പോൾ കുടുംബം ഒരു കൂട്ടായ്മയാണ്, ഇടവക ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് കുടുംബ കൂട്ടായ്മകളുണ്ട്, സംഘടനകളുണ്ട്. കൂട്ടായ്മകളായിട്ട് വളരാനുള്ള ധാരാളം അവസരമുണ്ട്. ഈ അവസരങ്ങളെല്ലാം നമുക്കുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ബോധപൂർവമായ സഹകരണം പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞല്ലോ, ഓരോ നിത്യസത്യം, ഓരോ ഇത് കേൾക്കുമ്പോഴും അതിനോട് ഓരോന്നിനോടുള്ള നമ്മുടെ പ്രത്യുത്തരമുണ്ട്. ഈ ഘട്ടത്തില് നമ്മുടെ ഒരു പ്രത്യുത്തരം ഇതുപോലെ ഈ ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ ചേർന്ന് വളരണം. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പോ അതുപോലെ പങ്കുവെച്ച് വളരുന്ന ഒരു ഗ്രൂപ്പോ ഒക്കെ ഉണ്ടായിരിക്കാം. ഇല്ലാത്തവര് നമ്മുടെ ഇടവകയിലോ നമ്മുടെ എവിടെയെങ്കിലും അതുപോലൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ഭാഗമാകണം. അങ്ങനെ ഗ്രൂപ്പിന്റെ ഭാഗമാകുമ്പോഴാ പരസ്പര അനുഭവങ്ങൾ പങ്കുവെച്ചും ഇതുപോലെ നമുക്ക് കയ്യിലുള്ളതൊക്കെ പങ്കുവെച്ചും അങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുന്നില്ലെന്ന്
എല്ലാവർക്കും അനുഭവിക്കത്തക്ക വിധത്തിലുള്ള ഒരു കൂട്ടായ്മ നമുക്ക് ചുറ്റും വളർന്നുകൊണ്ടിരിക്കുമ്പോഴേ ശരിക്കും ഈ ദൈവരാജ്യ അനുഭവം, ആ രക്ഷയുടെ അനുഭവം, ഈശോ ഈ ലോകത്തിൽ വന്ന് ഇവിടെ 2000 കൊല്ലം മുമ്പ് തുടങ്ങി വെച്ച ആ ഒരു അന്നേ ഈശോ ഇനോഗ്രേറ്റ് ചെയ്തതാ. ഇന്ന് നമ്മുടെ അനുഭവമാകണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഒത്തിരി പ്രധാനപ്പെട്ടതാ. ഈ പറഞ്ഞതിലൂടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ആദ്യമേ ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകണം. ഇനി ഓൾറെഡി അങ്ങനെ ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ നമുക്കിനി ചെയ്യാവുന്നത് എന്താണെന്നറിയാമോ? ഈ ഒരു അനുഭവത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ചുറ്റും ഒന്നിച്ച് വളരാനാകുന്ന ആൾക്കാരെ നിങ്ങൾ ഈ കോഴ്സിലേക്കൊക്കെ ഒന്ന് ചേർത്ത്. ഇപ്പൊ 18-ാമത്തെ, ഇനിയിപ്പോ 19-ാമത്തെ 20-ാമത്തെ ഒക്കെ ബാച്ചുകൾ വരുന്നുണ്ട്. അതുപോലെ എവിടെയെങ്കിലും ഒരു റെസിഡൻഷ്യൽ കോഴ്സ്, താമസമുള്ള കോഴ്സോ അല്ലെ ഒരു കരിസ്മാറ്റിക് ധ്യാനമോ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉള്ളിടത്തേക്ക് നമുക്ക് ബന്ധപ്പെട്ടവരെ ഒക്കെ ഒന്ന് സ്നേഹപൂർവ്വം പ്രോത്സാഹിപ്പിച്ച് അതിലേക്കൊന്ന് കയറ്റി അതിലൊക്കെ വരുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മ നിറവുണ്ടാകുമ്പം എല്ലാവർക്കും ഇതിലൊരു കൂട്ടായ്മ വേണമെന്നുള്ള വലിയ ആഗ്രഹം വരും. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ്, നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസ്, ഒരു സഹകരണം, അത് വന്നാലേ ശരിക്കും നമുക്ക് വളരാൻ പറ്റുള്ളൂ. അങ്ങനെ കൂട്ടായ്മയുടെ ഭാഗമായി കഴിയുമ്പോൾ ആ കൂട്ടായ്മയിൽ നമ്മളെല്ലാം പിന്നെ പറഞ്ഞല്ലോ, അവർ പല കാര്യങ്ങളിൽ ലിസ്റ്റൊക്കെ എഴുതി കാണിച്ചതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന ഒത്തിരി വലുതാ. എന്ന് പറഞ്ഞാല് ഈശോയോടുള്ള പേഴ്സണൽ ബന്ധം, വ്യക്തിപരമായുള്ള ബന്ധത്തിൽ ആഴപ്പെടുന്നതിന്റെ തോതനുസരിച്ചാ മറ്റുള്ളവരോടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ ഈശോയോട് അടുക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് അടുക്കാനുള്ള പ്രകാശവും പ്രചോദനവും നമുക്ക് ലഭിക്കും. അപ്പൊ പ്രാർത്ഥന, ബൈബിള്, ദൈവവചന വായനയും ധ്യാനവും, അതുപോലെ ഉദാശകള്, കുർബാന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ രീതിയിൽ നമുക്ക് ഈശോയോടുള്ള ബന്ധത്തിൽ കൂടുതൽ ആഴപ്പെടാൻ സഹായിക്കും. ഈശോയോടുള്ള ബന്ധത്തിൽ ആഴപ്പെടുന്നതിന്റെ തോതനുസരിച്ച് മറ്റുള്ളവരുടെ ബന്ധത്തിലും പറഞ്ഞില്ലേ, ഫ്രാൻസിസ് പാപ്പ പ്രത്തെല്ലി തൂത്തി ഒരു ചാക്രിക ലേഖനം അടുത്ത നാളുകളിൽ എഴുതിയത്, അതായത് സകലരും സഹോദരർ ആൻഡ് ദ എർത്ത് ഈസ് അവർ കോമൺ ഹോം എന്ന് പറഞ്ഞാൽ ഈ ഭൂലോകവും ഈ ലോകത്തിലുള്ള സകല സമൃദ്ധിയും നമ്മളെല്ലാവരുടേതുമാണ്. സമൃദ്ധി എല്ലാവരുടേതുമാണതുപോലെ തന്നെ ഈ ലോകത്തിലുള്ള ദാരിദ്ര്യവും എല്ലാവരുടേതുമാണ്. നമ്മുടെ ഉത്തരവാദിത്വമാണ് ദാരിദ്ര്യം ഇല്ലാതാക്കാനുമുള്ളത്. ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴാണ് ശരിക്ക് നമുക്ക് ചുറ്റും ഈശോ പറഞ്ഞില്ലേ, ദൈവരാജ്യം എന്ന് പറയുന്നത് പുളിമാവ് പോലെയാണെന്ന് പറഞ്ഞില്ലേ, ആ ഒരു കടുകുമണി പോലെയാണ്, ചെറിയ തുടക്കം എന്നിട്ട് ഇങ്ങനെ സ്വാധീനിച്ച് വളരുന്നതാണെന്ന്. അപ്പം ഞാൻ ഒരാള് എന്നെ കൂടാതെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം കൂടാതെ ഞാൻ അറിയാതെ എനിക്ക് കൂട്ടായ്മയിൽ വളരാനോ ദൈവരാജ്യ അനുഭവത്തിൽ വളരാനോ നരകത്തിൽ പോകാനോ പറ്റില്ല. എല്ലാം എന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിത്വത്തെ ആശ്രയിച്ച എന്റെ രക്ഷയും എന്റെ നാശവും. അപ്പൊ ഇത് നമ്മുടെ കയ്യിലാണ്. കർത്താവ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. അതായത് പരിശുദ്ധാത്മാവിനെയും തന്നു ഇല്ലേ, അവരെ സ്വീകരിച്ചവർക്കെല്ലാം, അവനിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് അവിടുന്ന് തന്നു. യു ബി വാട്ട് യു ഹാവ് ഓൾറെഡി ബിക്കം എന്ന്. നമ്മൾ മാമോദീസായിൽ നമ്മൾ ദൈവരാജ്യത്തിന്റെ, യേശുവിന്റെ ഭൗതിക ശരീരത്തിന്റെ, തിരുസഭയുടെ അംഗമായി തീർന്നു കഴിഞ്ഞു. അത് നമ്മൾ ആയിത്തീരണം. വി ഹാവ് ഓൾറെഡി ബിക്കം പാർട്ട് ഓഫ് ദാറ്റ്. പിന്നെ ഭൗതിക ശരീരം, മിസ്റ്റിക്കൽ ബോഡിയുടെ ശരീരമായി അത് ആയി നമ്മൾ വളരണം. അപ്പം പറഞ്ഞില്ലേ, കൈയും കാലും മറ്റവയവങ്ങൾ വേണ്ടെന്നും പറഞ്ഞ് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സെൻസിറ്റിവിറ്റി, നമ്മൾ കണ്ടുമുട്ടുന്ന, ഇടപെടുന്ന, ബന്ധപ്പെടുന്ന മനുഷ്യരോടൊക്കെയുള്ള ഒരു ബന്ധം, ഒന്ന് ശ്രമിക്കാനുള്ള ഒരു കഴിവ്, നമ്മളെ എല്ലാരെയും ഇന്നത്തെ കാലത്ത് ഒത്തിരി കുറവായില്ലേ. പിന്നെ ആ ഒരു പ്രത്യേലി തൂതീശവും പറഞ്ഞ അങ്ങനല്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്നൊക്കെ അപ്പസ്തലന്മാര് ശിഷ്യന്മാര് പറഞ്ഞപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ. നമ്മളെല്ലാം ഈ പിതാവിന്റെ മക്കളാണെന്നുള്ള ആ ഒരു ബോധ്യത്തോടെ, തിരിച്ചറിവോടെ ആ പിതാവേന്ന് വിളിക്കുമ്പോൾ എല്ലാവരും സഹോദരരാണെന്നുള്ള ബോധ്യത്തിലേക്ക് വളരാനും അങ്ങനെ നമുക്ക് ഒന്നിച്ചൊരു കുടുംബമായിട്ട് വളരാനും സാധിക്കും. അങ്ങനെ വളരുന്നതിന്റെ തോതനുസരിച്ചാണ്
ഈ ദൈവരാജ്യ അനുഭവം. 2000 കൊല്ലം മുമ്പ് ഈശോ പറഞ്ഞു ദൈവരാജ്യം വന്നു കഴിഞ്ഞു, നിങ്ങളുടെ ഇടയില. നിങ്ങളൊന്ന് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ടാൽ ആ ദൈവരാജ്യ അനുഭവത്തിൽ വളരാം. അപ്പൊ നമുക്ക് ആ രീതിയിൽ ഈശോയെ രക്ഷകരും കർത്താവുമായിട്ട് സ്വീകരിച്ച് ജീവിതം അങ്ങോട്ട് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവില് പരിശുദ്ധാത്മാവ് നയിക്കുന്നതും അനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് ആബാ പിതാവേ എന്ന് വിളിക്കാനും പരസ്പരമുള്ളവരെ സഹോദര സഹോദരി എന്ന് തിരിച്ചറിഞ്ഞ് പങ്കുവെച്ച് വളരാനും പറ്റുക. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവ് പ്രചോദനങ്ങള് അനന്യായും സഫീറയ്ക്കും പറ്റുന്നപോലെ ആകരുത്. പരിശുദ്ധാത്മാവ് എന്തെങ്കിലുമൊക്കെ പ്രചോദനം തരുമ്പോൾ അതിനോട് നമ്മൾ യെസ് അങ്ങനെ പറഞ്ഞ് സഹകരിച്ച് വരുമ്പോഴാണ് ഈ കൂട്ടായ്മ സഭ തമ്പുരാൻ ആഗ്രഹിക്കുന്ന രീതിയിലായിത്തീരാനും അങ്ങനെ ദൈവരാജ്യം നമുക്ക് ചുറ്റും വളരാനും സാധിക്കുക. അത് ഇടയാകട്ടെ. നമുക്ക് നമ്മുടെ ഭാഗം ചെയ്യാൻ തയ്യാറാകാം. കൂട്ടായ്മയുടെ ഭാഗമായി ഈ പറഞ്ഞ ഇതെല്ലാം കൊണ്ട് കൂട്ടായ്മയിൽ വളർന്നുകൊണ്ട് വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്ത് അനേകരെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരും കൂടി അറിയില്ല എല്ലാവരും പങ്കുവെച്ചും പരസ്നേഹത്തിൽ ജീവിച്ചാൽ എത്ര മനോഹരം ഈ ലോകം, സമത്വ സുന്ദരം ഈ ലോകം. ഇവിടെ പറുദീസ വിടരും പറുദീസ സുരഭില പറുദീസ. ഇറ്റ് ഈസ് ഇൻ അവർ ഹാൻഡ്സ്. അപ്പൊ എന്റെ കയ്യിലാണെന്ന് ഓർത്തോളം എന്റെ കുടുംബത്തിൽ ഞാൻ ആയിരിക്കുന്നിടത്തൊക്കെ ഈ ഒരു കൂട്ടായ്മ വളരാനും കൂട്ടായ്മയിൽ വളരാനും കൂട്ടായ്മയെ വളർത്താനും കൂട്ടായ്മയിലുള്ളവരെ പരസ്പരം വളർത്താനും നമുക്ക് അർപ്പിതരാകാം. ആമേൻ. ഗോഡ് ബ്ലെസ്. തൻ്റെ ആഴമായ ദൈവ അനുഭവത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നല്ല സന്ദേശം നൽകിയ ആലിസ് കുട്ടി ചേച്ചിക്ക് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സന്ദേശം നൽകുവാനും നമ്മെ ആശീർവദിക്കുവാനുമായി കടന്നു വന്നിരിക്കുന്ന ജോസഫ് ആഷിലച്ചനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏഴാമത്തെ നിത്യസത്യമായ കൂട്ടായ്മയെ കുറിച്ചാണല്ലോ നമ്മൾ ഇത്രയും ഒരു 1.5 മണിക്കൂറായിട്ട് ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കൂട്ടായ്മയുടെ ആരംഭത്തിൽ തന്നെ ഫ്രാൻസിസ് ചേട്ടനൊരു ഗാനം ആലപിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ. തീർച്ചയായിട്ടും ആ പാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ കൂട്ടായ്മയെക്കുറിച്ചുള്ള എല്ലാ അർത്ഥങ്ങളും എല്ലാ വ്യാഖ്യാനങ്ങളും. അതിനുശേഷം നമുക്ക് സ്ലൈഡ് പ്രസന്റേഷനിലൂടെ വളരെ മനോഹരമായിട്ട് അഗസ്റ്റിൻ ചേട്ടൻ കൂട്ടായ്മയുടെ എല്ലാ വശങ്ങളെയും കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഞാൻ ഈ കൂട്ടായ്മയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ മിസിയോ കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ എനിക്കും സാധിച്ചു. 16ാമത്തെ ബാച്ച് തൊട്ട് മിസിയോയുടെ കൂട്ടായ്മയിൽ ഞാനുമുണ്ട്. തീർച്ചയായിട്ടും ദൈവസ്നേഹത്തിൽ ഒന്നിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ നമ്മൾ പരസ്പരം നമ്മളെ ഒന്നിപ്പിക്കുന്നത്, നമ്മളെ കണക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് പുറത്താണ് നമ്മൾ ഒരു കൂട്ടായ്മയായിട്ട് ഒത്തുചേർന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കൂട്ടായ്മകളിലൊക്കെ ആയിരിക്കുമ്പോഴും ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു ചോദ്യം ഈ കൂട്ടായ്മയെ പറ്റി നമ്മളോട് ചോദിക്കപ്പെടുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യത്തില് കായേലിനോട് ദൈവം ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരനായ ആബേൽ എവിടെ? ഈ ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിലും നമ്മളൊന്ന് ചോദിക്കണം. നമ്മൾ ആയിരിക്കുന്ന കൂട്ടായ്മയില് ഒരുപക്ഷെ എൻ്റെ ഭാര്യ എവിടെ, എൻ്റെ ഭർത്താവ് എവിടെ, എൻ്റെ സഹോദരങ്ങൾ എവിടെ, എൻ്റെ മാതാപിതാക്കൾ എവിടെ, എൻ്റെ സുഹൃത്തുക്കൾ എവിടെ? ഈ ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളവരെയൊക്കെ ഞാൻ എന്നും കാണുന്നതാണ്, അവരോട് എന്നും ഞാൻ സംസാരിക്കുന്നതാണ്, അവരോട് എന്നും ഞാൻ നല്ല രീതിയിൽ ഇടപെടുന്നതാണ്. അങ്ങനെ നമുക്ക് പറയാനും നമുക്ക് ന്യായീകരിക്കാനായിട്ട് ഒരുപാട് വശങ്ങൾ കാണും. ഒരുപക്ഷെ നമ്മൾ ഒരുമിച്ച് പല കാര്യങ്ങളും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളൊരു കൂട്ടായ്മയിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ചോദ്യം ചോദിക്കപ്പെടുമ്പോൾ എവിടെയാണ് എൻ്റെ കൂട്ടത്തിലുള്ളവർ, എൻ്റെ കൂട്ടായ്മയിലുള്ളവർ, അല്ലെങ്കിൽ അവരും ഞാനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? അതിനുള്ള ഉത്തരം നമ്മൾ തേടണം. ആ ഉത്തരം നമ്മൾ തേടി പോകുമ്പോൾ പലർക്കും പല ഉത്തരങ്ങളായിരിക്കും. നമ്മളിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ വ്യത്യസ്തമാണ് ഓരോരുത്തർക്കും. അവര് ചിന്തിച്ചു തുടങ്ങുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ ചില കൂട്ടായ്മയിലാണെന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ അകൽച്ചകളും ചെറിയ ചെറിയ പിണക്കങ്ങളും
ചെറിയ ചെറിയ വിട്ടുകൊടുക്കാൻ പറ്റാത്തതായ ചില സാഹചര്യങ്ങൾ ഉണ്ടായ, ചില തെറ്റിദ്ധാരണകളെ പുറത്തുണ്ടായ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാൻ കാണും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഉത്തരങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ, അഥവാ നമുക്ക് നല്ല നല്ല ഉത്തരങ്ങളാണ് ലഭിക്കുന്നതെങ്കിൽ നമ്മുടെ കൂട്ടായ്മകളിൽ കലർപ്പില്ല, നമ്മൾ നല്ല സ്നേഹത്തിലാണ്, നമ്മൾ ആ കൂട്ടായ്മയെ, നമ്മുടെ ചുറ്റുമുള്ള നമ്മളോട് കൂടെ ആയിരിക്കുന്ന സഹോദരങ്ങളെ നമ്മൾ നേടി എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഉറപ്പാണ്. നമ്മുടെ ആ ഉത്തരങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ, നമ്മുടെ ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നമ്മുടെ മനസ്സിൽ തെളിയുന്നുണ്ടെങ്കിൽ, ഈ നേരെ മറിച്ച് നമുക്ക് ഉത്തരങ്ങൾ തെളിയുന്നില്ല, അല്ലെങ്കിൽ ഈ ചോദ്യം ഒരു ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ അവശേഷിക്കുകയാണെങ്കിൽ, എവിടെയാണ് നിന്റെ സഹോദരൻ, അല്ലെങ്കിൽ എന്റെ കൂട്ടത്തിൽ എന്റെ കൂട്ടായ്മയിലുള്ളവർ എന്ന് ഒരു ചോദ്യം ഇങ്ങനെ ഇപ്പോഴും അതിൽ ഉത്തരം ലഭിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം, എവിടെയാണ് എനിക്ക് തെറ്റിപ്പോകുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് എവിടെയൊക്കെ ഇടർച്ചകൾ ഉണ്ടാകുന്നത്, എവിടെയാണ് നമ്മൾ ചിന്തിച്ചു നോക്കണം. ആ ഇടർച്ചകൾ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ചില നിമിഷ നേരത്തെ എന്റെ ദേഷ്യമായിരിക്കും, എനിക്ക് ചിലപ്പോൾ വിട്ടുകൊടുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഞാൻ ആ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന കൂട്ടായ്മയിൽ നിന്ന് എന്നിൽ നിന്ന് മറ്റുള്ളവർ അകന്നു പോകുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കാതെ പോകുമ്പോൾ ഈശോനാഥൻ വ്യക്തമായിട്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ ഇതിനുള്ള ഉത്തരം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങളും അവരോട് പെരുമാറും. ഒരുപക്ഷെ ഈ രണ്ട് ചോദ്യങ്ങളും നമ്മളെടുത്ത് തുലനം ചെയ്യുമ്പോൾ നിന്റെ സഹോദരൻ എവിടെ, ആ സഹോദരന്റെ കൂടെ ആയിരിക്കുവാൻ, അല്ലെങ്കിൽ സഹോദരനെ ഒപ്പം നിർത്തുവാൻ നമുക്ക് സാധിക്കാതെ പോകുമ്പോൾ അതിനുള്ള ഉത്തരമാണ് ലൂക്കാ സുവിശേഷം 6:31 പറഞ്ഞു വെക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോട് പെരുമാറും. ഒരുപക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് മറ്റുള്ളവർ പെരുമാറുന്ന പോലെ, അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെ എന്നോട് പെരുമാറണമെന്ന് നമ്മൾ ഒരുപാട് നമ്മളൊരു ചിന്ത കാണും. പക്ഷെ അങ്ങനെ നമുക്ക് പെരുമാറാൻ സാധിക്കാതെ പോകുമ്പോഴാണ് നമുക്ക് അകൽച്ചകൾ ഉണ്ടാകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആയിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട്, മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട്, മറ്റുള്ളവരെ കരുതിക്കൊണ്ട് നമ്മൾ ഒന്നാകുമ്പോഴാണ് നമ്മൾ കൂട്ടായ്മയിൽ ഒരു കൂട്ടായ്മയുടേതായിട്ടുള്ളൊരു അർത്ഥം ലഭിക്കുന്നത്. ഇനി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ കൂട്ടായ്മയുടെ നമ്മളെ ബലപ്പെടുത്തുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെ ബലപ്പെടുത്തുന്നത് ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസമാണ്. തീർച്ചയായിട്ടും ഒരുപക്ഷെ നമ്മുടെ ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരുപാട് ഗ്രൂപ്പുകൾ കാണും അല്ലെ. അതിപ്പോൾ നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് ആയിരിക്കും, നമ്മുടെ കൂടെ പഠിച്ചവരുടെ ഗ്രൂപ്പ് ആയിരിക്കും, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഗ്രൂപ്പ് ആയിരിക്കും, ഇല്ലെ നമ്മളെ അങ്ങനെയുള്ള പല ഗ്രൂപ്പ്സും നമ്മുടെ വാട്സപ്പിൽ കാണും. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കി നമ്മുടെ ഈ മിസ്സിയോ കൂട്ടായ്മയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് ഈ കൂട്ടായ്മയുടെ ഈ ഗ്രൂപ്പിലേക്ക് വരുന്നത് മെസ്സേജുകളെല്ലാം ക്രിസ്തുവിന്റെ സുവിശേഷങ്ങളും ക്രിസ്തു വചനങ്ങളും മാത്രമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ അതിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്? ഈശോയുടെ സുവിശേഷവും ഈശോ തന്നെയാണ് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ കൂട്ടായ്മകൾ ഒന്നിപ്പിക്കുന്നത് നമ്മൾ സ്ലൈഡ് പ്രസന്റേഷനിലൊക്കെ കേട്ടതുപോലെ ക്രിസ്തുവിലുള്ള വിശ്വാസവും ദൈവസ്നേഹത്തെ പ്രതിയുള്ള നമ്മുടെ ഒന്നിപ്പുമാണ് ഈ കൂട്ടായ്മകളെ നമ്മളെ ഒന്നിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കൂട്ടായ്മകളെ ബന്ധിപ്പിക്കുന്ന ആ ക്രിസ്തുവിലേക്ക് നമുക്ക് അടുക്കാം. അങ്ങനെ നമ്മൾ ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മകളിൽ അത് പ്രകടമാകും. നമ്മൾ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടായ്മകൾ ശക്തിപ്പെടും. നമ്മുടെ കൂട്ടായ്മകളിൽ പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് മനസ്സിലാക്കി തൊടും. വചനം നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കേൾക്കുന്നവരിൽ, നമ്മളെ കണ്ടുമുട്ടുന്നവരിലേക്ക് നമുക്ക് ആ നമ്മുടെ കൂട്ടായ്മയുടെ ആ നിറവ് നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മകൾ, അതായത് ക്രൈസ്തവ കത്തോലിക്ക കൂട്ടായ്മകൾ ക്രിസ്ത്യാനിറ്റി എന്ന ഈ കൂട്ടായ്മയിലെ വിള്ളൽ വീഴ്ത്തുവാനായിട്ട് ഒരുപാട് പേര് പരിശ്രമിക്കുന്നുണ്ട്. അതുകൂടെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കൂട്ടായ്മകളെ താഴ്ത്തി പറയുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മകളെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മളെ തളർത്തുമ്പോൾ, തകർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടായ്മകൾക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഒപ്പം പോകാതെ അതിനുള്ള ഉത്തരങ്ങൾ നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ ഉണ്ട്. എന്താണ് എന്റെ സഭയ്ക്ക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ സഭയിൽ പ്രശ്നങ്ങളാണല്ലോ, അല്ലെങ്കിൽ സഭ അധികാരികൾ തെറ്റിപ്പോകുന്നു, അവർക്ക് കാലിടറി പോകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മളെ ബലപ്പെടുത്തുന്നത് എപ്പോഴും ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസമായിരിക്കണം. ആ വിശ്വാസം നമ്മൾ ബന്ധിപ്പിച്ചു കഴിയുമ്പോൾ മറ്റുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പോരായ്മകളൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ കൂട്ടായ്മയെ കുലുക്കാൻ സാധിക്കാതെ വരും. തീർച്ചയായിട്ടും നമ്മൾ ആഴപ്പെടേണ്ടത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കൂട്ടായ്മകളിൽ എപ്പോഴും
പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തിലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ഈ മിശിഹ കൂട്ടായ്മ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് ഞങ്ങളെ ഒന്നിപ്പിച്ച അങ്ങയുടെ അനന്ത സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. തമ്പുരാനെ, നിന്റെ വചനം പ്രഘോഷിക്കുവാനായിട്ട് ഞങ്ങളെ ഒന്നിപ്പിക്കുന്ന അങ്ങയുടെ അനന്ത സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാവരെയും അവരായിരിക്കുന്ന അവരുടെ പ്രവർത്തന മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ സ്നേഹത്തിന്റെ കരുതലിന്റെ കരത്താൽ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് എന്നും കാവലായിരിക്കണേ, കൂട്ടായിരിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ, കാവൽമാലാകമാരെ ഞങ്ങൾക്ക് കാവലായിരിക്കണേ, കൂട്ടായിരിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശംസിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നല്ല സന്ദേശം നൽകി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ജോസഫ് ആഴ്ചിലച്ചന് കൂട്ടായ്മയുടെ പേരുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായിട്ട് സമാപന ഗാനമാണ്. സമാപന ഗാനത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. സമാപന ഗാനത്തിനായി ഫ്രാൻസിസ് ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദിയല്ലാതൊന്നുമില്ല എന്റെ നാവിൽ ചൊല്ലിടുവാൻ, സ്തുതിയല്ലാതൊന്നുമില്ല എന്റെ ഹൃദയത്തിലുയർത്തിടുവാൻ, സ്തോത്രമല്ലാതൊന്നുമില്ല. നിനക്കായി ഞാൻ സമർപ്പിക്കുവാൻ, യേശുവേ നിൻ സ്നേഹമതോ വർണ്ണിച്ചിടുവാൻ സാധ്യമല്ലേ. സ്തുതി സ്തുതി നിനക്കെന്നുമേ, സ്തുതികളിൽ വസിപ്പവനേ. സ്തുതി ധനം ബലം നിനക്കേ, സ്തുതികളിലുന്നതനേ. സ്തുതി ധനം ബലം നിനക്കേ, സ്തുതികളിലുന്നതനേ.